എൻ്റെ സഹോദരന്മാരും സുഹൃത്തുക്കളും സഹപാഠികളുമായ വന്ദനായ മാത്യൂസ് പുരയ്ക്കലച്ചൻ, വന്ദനായ പ്രവീണച്ചൻ, പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ദേവാലയത്തിൽ നിൽക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഒരിക്കൽ കൂടി ദൈവത്തിരുമുമ്പാകെ ആയിരിക്കാൻ ദൈവം തന്ന കരുണയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ സ്ലീബ നമസ്കാരത്തിൽ 3-ാം മണിയിൽ ഉപയോഗിക്കുന്ന അത്ഭുതമാം ഫലമേകും വൃക്ഷം പാട്ടറിയത്തില്ലേ? ഒന്ന് ചേർന്ന് പാടിയാലോ? അത്ഭുതമാം ഫലമേകും വൃക്ഷം കർക്കശമാം ശിലമീനേവം പാഷാണ്ട് കെതിരെ ദൃഷ്ടാന്തം 3 സഭ കാട്ടുന്നു. കുഞ്ഞാടിനെ വൃക്ഷം നൽകി തീക്കൽ പാറജലം നൽകി സ്ഥിരാമത്സ്യവുമേകി കന്യാ ക്ഷേപകരെ 3 പരിഹാസത്തോടു വീക്ഷിപ്പൂ. കർത്താവിൽ സ്നേഹമുള്ളവരെ, തീക്കൽ പാറ ജലം നൽകി അല്ലേ? തീക്കൽ പാറ ജലം നൽകി. പരിശുദ്ധ അമ്മയെ സ്മരിക്കുമ്പോൾ പിതാക്കന്മാർ ഒരു തീക്കൽ പാറയുടെ ഉപമ നമ്മളോട് പറഞ്ഞു തരികയാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവത്തെ ആദ്യമായി പാറ എന്ന് വിളിച്ചത് ആരാണെന്നറിയാമോ? വേദപുസ്തകത്തിൽ ആദ്യമായി ദൈവത്തെ പാറ എന്ന് വിളിക്കുന്ന ആ മനുഷ്യൻ ഈ ഭൂമിയിലെ ഏറ്റവും നൊമ്പരപ്പെട്ട ഒരു മനുഷ്യനാണ്. കൂടെ ഉണ്ടാകുമെന്നും ശരണമാകുമെന്നും കരുതിയവർ, ഉറ്റവരും ഉടയവരും തള്ളിക്കളഞ്ഞ ഒരു മനുഷ്യൻ. ആശ്രയിക്കാവുന്നവരില്ല, ആശ്വസിക്കാവുന്നവരുമില്ല. സ്വന്തം സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടവൻ ആരാണ്? യോസേഫ് അല്ലേ? സ്വന്തം വീട് നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾ, ചാർച്ചക്കാൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും നഷ്ടപ്പെട്ട ഒരടിമയെ പോലെ മിസ്രൈമിൽ വിൽക്കപ്പെട്ടവൻ. ആ മിസ്രൈമിൽ ചെന്നപ്പോഴോ കടുത്ത ഏകാന്തതയിൽ ശരണമാകുമെന്നോർത്ത പൊത്തിപ്പേറിൻ്റെ ഭവനം, അവിടെ വിശുദ്ധിയുടെ സൗന്ദര്യത്തെ ആക്രമിക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി യോസേപ്പിനെ കാണുമ്പോൾ പറയും, നല്ല സുന്ദരനാണ്, ഒന്ന് അടുത്തിരിക്കാമോ? പക്ഷേ യോസേപ്പ് പറഞ്ഞു, ഇല്ല. നമുക്കെല്ലാം ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആരും അറിയുന്നില്ല എന്ന് വന്നാൽ ഏത് പാപവും ചെയ്യും. അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലൊക്കെ ചില സമയത്ത് വീടുകളിലെ പല മുറികളും പാപത്തിലാണ്. അങ്ങനെ ഒരു സ്ത്രീ യോസേപ്പിനോട് പറഞ്ഞു, ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല. പക്ഷേ യോസേപ്പ് എന്താ പറഞ്ഞെന്നറിയാമോ? എൻ്റെ ദൈവം കാണുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയെന്നറിയാമോ? അന്യരാജ്യമായ മിസ്രൈമിൽ ദുഷ്പേര് സമ്പാദിച്ച് കാരാഗൃഹത്തിൽ കിടന്നവൻ. പ്രിയമുള്ളവരെ, വീണ്ടും അതിഭയങ്കരമായ ഏകാന്തത, സത്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവൻ, ആരും ശരണമില്ല. അങ്ങനെ വളരുവാൻ സാധ്യതയില്ലാതെ ചുറ്റും മതിൽ കെട്ടപ്പെട്ടവൻ. എന്നാൽ ആ യോസേപ്പിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി, ചുറ്റും മതിലുള്ളവനാണെങ്കിലും ദൈവം അവനെ മതിലിൻ്റെ മീതെ വളർത്തി, മതിലിൻ്റെ മീതെ വളർത്തി. അവൻ എവിടെയായിരുന്നു? ആ രാജ്യത്തിൻ്റെ 2ാമത്തെ ഭരണാധികാരിയായി മാറി. 2ാമത്തെ ആള്, രാജാവ് കഴിഞ്ഞാൽ 2ാമത്തേത്.
ആ യോസേപ്പ് ദൈവത്തെ വിളിച്ച പേരെന്താണെന്നറിയാമോ? പാറയായ ദൈവമേ. എന്താ വിളിച്ച പേര്? എന്താ ഈ പാറയെന്ന് പറയാൻ കാര്യം? യോസേപ്പ് എന്തുകൊണ്ട് പാറയെന്ന് വിളിച്ചു? എന്താ പാറയുടെ പ്രത്യേകത? ഇത്രയും പിള്ളേർ വന്ന സന്തോഷമുണ്ട്. എല്ലാവർക്കും പരീക്ഷയാണ് അല്ലേ? പരീക്ഷയുള്ള സമയത്ത് നിങ്ങൾ ഇത്രയും പേര് വന്നതില്ലേ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ട് പാറയെന്ന് വിളിച്ചു ദൈവത്തെ? പാറയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറപ്പുള്ളത്. പിന്നെ ഉറപ്പുള്ളത്, പിന്നെ എന്താ? മാറ്റമില്ലാത്തത്, അചഞ്ചലമായത്, ഇല്ലേ? നിത്യമായതെന്നും പറയാം. കർത്താവെ, പ്രിയമുള്ളവരെ, എല്ലാവരും മാറിയപ്പോൾ മാറാതിരുന്ന ആള് ദൈവം. ദൈവം മാത്രം മാറിയില്ല. അതുകൊണ്ട് യോസേപ്പ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തെ വിളിച്ച പേരാണ് പാറ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ യോസേപ്പിനെ കുറിച്ചാണ്. ആ 22 കഴിഞ്ഞിട്ട് 24 വാക്യത്തിൻ്റെ അവസാനം ഇസ്രയേലിൻ്റെ പാറയായ ഇടയന്റെ നാമത്താ തന്നെ. എങ്ങനെയാണ് പറഞ്ഞത്? ഇസ്രായേലിൻ്റെ പാറയായ ഇടയന്റെ നാമത്തിൽ ഒരു പാറയായ ദൈവം യോസേപ്പിനെ മതിലിന്റെ മീതെ വളർത്തി. എല്ലാവരും വിട്ടിട്ട് പോയാലും ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കാമോ? ഞാനൊരു പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ചെന്നപ്പോൾ ചട്ടയും കൊണ്ടുകൊടുത്ത 3 അമ്മച്ചിമാർ അതിരാവിലെ പള്ളിയിൽ. ഇന്നാരും ഇല്ല അങ്ങനെയല്ലേ? ഉണ്ടോയിരിക്കും അല്ലേ? ചട്ടയും മുണ്ടും ഒക്കെ കൊടുത്ത അമ്മച്ചിമാർ. അതിലൊരമ്മച്ചി എന്നെ കയ്യിലൊക്കെ പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടി രാവിലെ തന്നെ അച്ഛൻ എപ്പോഴാണ് എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പ്രയാസം എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞ പ്രയാസം ഇതാണ്: എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. എനിക്ക് ഈ അമ്മച്ചിയും വീടും ഒക്കെ അറിയാം. അമ്മച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ട് 5-6 മാസമായി. ആ സങ്കടമായിരുന്നെങ്കിൽ ഇതിനു മുന്നേ ഞാൻ ചെന്നപ്പോൾ പറയാമായിരുന്നു. പക്ഷെ അമ്മച്ചി എന്നേരം ഒന്നും പറഞ്ഞില്ല. മക്കളൊക്കെ നല്ല നിലയിൽ. അമ്മച്ചി ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു, നല്ല നിലയിൽ. എല്ലാവരും വിദേശത്ത്. പക്ഷെ ഇപ്പോൾ അമ്മച്ചിയെ സ്നേഹിക്കാൻ ആരുമില്ല. എനിക്ക് പ്രിയമുള്ളവരെ, മറുപടി ഒന്നും പറയാൻ കിട്ടിയില്ല. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാനയിൽ പ്രവേശിച്ചു. കർത്താവെ, പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന തീർന്ന സമയത്ത് എന്നോട് തന്നെ ആരോ ചോദിക്കുക, ആര് സ്നേഹിച്ചില്ലെങ്കിലും യേശു സ്നേഹിക്കുന്നുണ്ടോ? എന്താണ്? ആരും സ്നേഹിച്ചില്ലെങ്കിലും യേശു സ്നേഹിക്കുന്നുണ്ടോ? എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു പോയാലും ഉപേക്ഷിക്കാത്തവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇതൊരു ചോദ്യമാണ്. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതേ അമ്മച്ചി ഇവിടെയുണ്ട്. ഞാൻ അമ്മച്ചിയോട് ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു: അമ്മച്ചി, ആര് സ്നേഹിച്ചില്ലെങ്കിലും യേശു സ്നേഹിക്കുന്നുണ്ടോ? അമ്മച്ചി ഒന്നും മിണ്ടാതെ വീട്ടിൽ പോയി. എനിക്ക് വലിയ പ്രയാസം തോന്നി, കാരണം അമ്മച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ. കർത്താവിലെ സ്നേഹമുള്ളവരെ, ഞാൻ ഈ അമ്മച്ചിയുടെ വീട്ടിൽ പോകാൻ, എനിക്കറിയാം വീട്, ആ വീട്ടിൽ ആരുമില്ല, അമ്മച്ചിയും വേലക്കാരും മാത്രം. ആ വീട്ടിൽ പോകാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു വ്യക്തിയാണ് ആര്? യോസേപ്പ്. ആരാണ് യോസേപ്പ്? ആരും സ്നേഹിക്കാനില്ലായിരുന്നു. സ്വന്തം സഹോദരന്മാർ തന്നെയാണ് ചവിട്ടിത്താത്തത്. കൊല്ലുവാൻ തീരുമാനിച്ചപ്പോൾ രൂപയും പറഞ്ഞു, വേണ്ട, സഹോദരനെ കൊല്ലരുതേ, അവനെ നമുക്ക് വിൽക്കാം. അടിമയായി വിറ്റു. അവൻ എവിടെയാണെന്ന് പോലും അറിയാൻ മേലാതെ ഒരപ്പൻ യാക്കോബ് തൻ്റെ മകൻ മരിച്ചു എന്ന് ഓർത്ത് രക്തക്കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ആ യോസേപ്പ് വലിയ നൊമ്പരത്തിലായിരുന്നെങ്കിലും, ആര് സ്നേഹിക്കാനില്ലായിരുന്നെങ്കിലും ആര് സ്നേഹിക്കുന്നുണ്ടായിരുന്നു? അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത് എന്തെന്നറിയാമോ? സ്വന്ത സഹോദരൻ തള്ളി. ആ പാട്ടറിയാമോ? ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, യോസേപ്പിന്റെ ദൈവം പാറയായ ദൈവം. യോസേപ്പിന്റെ ദൈവം ആരാണ്? മാറത്തില്ല. സ്വന്തം സഹോദരർ തള്ളിയാലും മാറാത്ത ദൈവം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും
കൈവേടിഞ്ഞിടുമ്പോൾ. ഒന്ന് പാടാമോ? ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ, യോസേപ്പിൻ ദൈവമൻ. ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ അമ്മച്ചി പറയും, എനിക്ക് ഈ വരി മാത്രം മതി. ഏത് വരിയാ? സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ. നമുക്കൊന്നുകൂടെ എന്ന അർത്ഥം മനസ്സിലാക്കി പാടാമോ? എല്ലാവരും ലോകത്തിൻ്റെ താങ്ങുകൾ മാറും, എല്ലാവരും നിന്നെ കൈപിടിയും, ആരും ഉണ്ടാവില്ല, ആശ്രയിക്കാവുന്നവരില്ല, ആശ്വസിക്കാവുന്നവരില്ല. പക്ഷേ യോസേപ്പിന്റെ ദൈവത്തിന്റെ പേരാണ് പാറ. അവൻ മാറില്ല. ആകയാൽ പ്രിയമുള്ളവരെ, ധൈര്യമായി നമുക്കെന്ന് നന്നായി ഹൃദയത്തിൽ നിന്ന് പാടണം. എൻ്റെ കൂടി ആരുണ്ട്? പാറയായ ദൈവമുണ്ട്, പാറയായ ഒരു യേശുവുണ്ട്. ചേർന്ന് നമുക്ക് പാടാം. ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ, യോസേപ്പിൻ ദൈവമൻ. സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ, ഒരമ്മച്ചി പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ വരി മാത്രം വീണ്ടും വീണ്ടും പാടാമോ? സ്വന്തം സഹോദരൻ തള്ളിയാലും, എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചാലും, ഒരു മകൻ വിളിച്ചു പറഞ്ഞു, അമ്മേ ഇതാ വൃദ്ധരെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ താമസിപ്പിച്ചാലോ? അമ്മച്ചി പറഞ്ഞു, അപ്പച്ചൻ മരിച്ച ഈ കട്ടിലുണ്ടല്ലോ, അത് മതി എനിക്ക് ഈ വീട്ടിൽ തന്നെ കിടന്നു മരിക്കണം. ആരെല്ലാം ഉപേക്ഷിച്ചാലും യോസേപ്പിന്റെ ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ഒരമ്മച്ചി ഇങ്ങനെയൊന്നും പാടുമായിരുന്നെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അമ്മച്ചിയുടെ ജീവിതാവസാനം വളരെ ശ്രദ്ധേയമാണ്. ഒരു ഞായറാഴ്ച കുർബാന അനുഭവിച്ചു, വളരെ സന്തോഷത്തോടുകൂടി വീട്ടിൽ പോയി. അവിടെ ചെന്നിരുന്നപ്പോൾ ആ വേലക്കാരോട് പറഞ്ഞു, എന്തോ പോലെ തോന്നുന്നു, ഞാനൊന്ന് കിടന്നോട്ടെ. ആ കട്ടിലിൽ കിടന്നു. ആ വേലക്കാരൻ വന്ന് നോക്കുമ്പോൾ അമ്മച്ചി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മരിച്ചതറിഞ്ഞില്ല. അങ്ങനെ ചിരിച്ചുകൊണ്ട് യാത്ര ചെയ്തു. അമ്മച്ചി ഹൃദയത്തിൽ പാടിയ പാട്ടാണ് എന്ത്? യോസേപ്പിന്റെ ദൈവം പാറയാണ്, അവൻ മാറ്റമില്ലാത്തവൻ. ആകയാ പ്രിയമുള്ളവരെ, ഇതാ ഇസ്രയേലിന്റെ ദൈവത്തിന്റെ പേരാണ് പാറ. ഇനി നോക്കിക്കേ, അതിനൊമ്പരപ്പെട്ട മറ്റൊരു സ്ത്രീയുണ്ട്. അവിടെ പേരാണ് ഹന്ന. എൽക്കാന എന്ന് പറയുന്ന പുരുഷന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? പെനിന്നയും ഹന്നയും. ഹന്നയ്ക്ക് എന്താണ് പ്രശ്നം? മക്കളില്ലായിരുന്നു. പെനിന്ന എന്ന് പറയുന്ന സ്ത്രീ നന്നായിട്ട് എന്ത് ചെയ്തു? കുത്തുവാക്ക് പറഞ്ഞു. നമുക്കൊരു പ്രത്യേകതയുണ്ടല്ലോ അല്ലേ? നന്നായിട്ട് എന്ത് ചെയ്തു? ആ കൊള്ളണം, ഇങ്ങനെ കുറിക്ക് കൊള്ളണം. അത്രയും വാക്ക് പറഞ്ഞു വളരെ നൊമ്പരപ്പെടുത്തി. അവൾക്ക് തോന്നി, ഹന്നയ്ക്ക് തോന്നി, ആരുമില്ല, ഒന്നുമില്ല എന്നൊക്കെ തോന്നിയെങ്കിലും അവൾ ഒരു ദേവാലയത്തിൽ ചെന്ന് ഹൃദയത്തിൽ സ്വപ്നം കണ്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ്, ഒരു കുഞ്ഞിനെ ഇങ്ങനെ സ്വപ്നം കാണുന്നു. നീ മാറ്റമില്ലാത്തവനാണെന്ന് ഞാൻ യോസേപ്പിലൂടെ അറിഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിന്റെ പാറയായ ദൈവം ആരെല്ലാം മാറിക്കളഞ്ഞാലും മാറാത്തവനാണ്. പ്രിയമുള്ളവരെ, ആ സ്ത്രീയുടെ നൊമ്പരപ്പെട്ട പ്രാർത്ഥന ദൈവം കേട്ടു. അതുകൊണ്ട് ഹന്ന ഒരു പാട്ട് പാടിയപ്പോൾ ദൈവത്തെ വിളിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ ഹന്ന ആത്മാവിൽ പ്രാർത്ഥിച്ചു പറഞ്ഞു. ഹന്ന ആത്മാവിൽ പ്രാർത്ഥിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? 2-ാമത്തെ വാക്യം, യഹോവയെ പോലെ ഒരു പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ല, വേറൊരു ദൈവമില്ല. അടുത്ത വാക്യാണ്, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയില്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയില്ലല്ലോ. എൻ്റെ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, നമ്മൾ കേൾക്കണം. എന്താണെന്നറിയാമോ?
മാറ്റമില്ലാതെ ഉറപ്പ് തരുന്ന അചഞ്ചലമായ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ വാക്കുകൾ മാറ്റമില്ലാത്തവൻ. ഹന്ന പറയുകയാണ്, ഈ ദൈവത്തെ പോലെ ഒരു പാറയില്ലല്ലോ. ലോകമേ കേൾക്കണം, ഈ ദൈവം പാറയാണ് കേട്ടോ. ഹന്ന പാടി പാറ. കർത്താവിൽ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? ദാവീദ് 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം എഴുതിയപ്പോൾ, അത് തന്നെയാണ് 18-ാം സങ്കീർത്തനവും. അതിൻ്റെ അകത്ത് ഏതാണ്ട് 6-7 പ്രാവശ്യം പറയുകയാണ് ദൈവം പാറയാണ്. ദൈവം ആരാണ്? പാറ. പാറ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ മാറ്റമില്ലാത്തവൻ, ആശ്രയിക്കാവുന്നവൻ. ഇനി ഞാൻ പെട്ടെന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. ആകയാ പ്രിയമുള്ളവരെ, യേശയ്യാവ് പറയുകയാണ്, നിനക്ക് പല ആശ്രയങ്ങളുണ്ടല്ലോ. നീ താമസിക്കുന്ന വീട് പോലും നിന്റെ ആശ്രയമാണ്, നിന്റെ ജോലി ഒരു ആശ്രയമാണ്, നിന്റെ സമ്പത്ത് ഒരു ആശ്രയമാണ്, നിന്റെ ആരോഗ്യം ആശ്രയമാണ്, സ്നേഹിതന്മാർ ആശ്രയമാണ്. എന്നാൽ യേശയ്യാവ് പറഞ്ഞു, ഇതെല്ലാം പോകും, ഈ ആശ്രയങ്ങളൊക്കെ പോകും. നീ ഇപ്പോൾ പാറയെന്ന് കാണുന്ന പല ആശ്രയങ്ങളുണ്ട്, എനിക്കൊരു കുഴപ്പമുണ്ടാവുകയില്ല, കുലുങ്ങില്ല. കാരണം എനിക്ക് ചില പാറകളുണ്ട്, സമ്പത്തുണ്ട്, നല്ല വീടുണ്ട്, നല്ല ആടുമാടുകളുണ്ട്. ഞാനൊരു വേദപുസ്തകത്തിൽ ഒരു വചനം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആവർത്തനം 8:12 വാക്യം. നല്ല വീടുണ്ട്, ആടുമാടുകളുണ്ട്, ആരോഗ്യമുണ്ട്, നല്ല മക്കളുണ്ട്, കുഴപ്പമില്ല. എന്നാ പ്രിയമുള്ളവരെ, വചനം പറയുകയാണ് കുഴപ്പമുണ്ട്. ഇതെല്ലാം ചിലപ്പോൾ നോ പറയും. നിന്റെ ആരോഗ്യം ചിലപ്പോൾ നോ പറയും. ഇന്ന് അനങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഞാൻ എൻ്റെ ബാത്റൂമിൽ ബക്കറ്റിൽ വെള്ളം ഉണ്ടായിരുന്ന ഒരു പ്രത്യേക രീതിയിൽ തിരിഞ്ഞിട്ട് അങ്ങോട്ട് എടുത്തു. അയ്യോ, ഈ നടുവിൻ്റെ ഇവിടെ എന്തോ ഒരു സാധനം വന്നിട്ട് എനിക്ക് പിന്നെ ആ പൊസിഷനിൽ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. ബാത്റൂമിലാണ്. അത്രയേ ഉള്ളൂ മനുഷ്യനല്ലേ. ഒരു ഞരമ്പ് ഇങ്ങനെ തെറ്റിയാൽ നിന്റെ ആരോഗ്യം എവിടെ? ഒരു ഞരമ്പ് നിന്റെ ശരീരത്തിൽ പൊട്ടിപ്പോയാൽ ആരോഗ്യം എവിടെ? ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം നോ പറയും. അതുകൊണ്ട് യേശയ്യാവ് പറയുകയാണ്, മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്. ആരെ ആശ്രയിക്കണമെന്നറിയാമോ? യേശയ്യാവിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. യഹോവയായ യാഹിൽ ശാശ്വതമായ പാറയുണ്ട്. ഒന്ന് പറഞ്ഞ്, യഹോവയായ യാഹിൽ ശാശ്വതമായ പാറയുണ്ട്. എന്നാ ഉണ്ട്? അതുകൊണ്ട് നീ ആരെ ആശ്രയിക്കണം? യഹോവയെ. ആരെ ആശ്രയിക്കണം? നിങ്ങൾ നോക്കിയേ, ഇസ്രായേൽ മക്കൾ യഹോവ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടാത്ത, ദൈവത്തിൻ്റെ പേര് പോലും പറയാൻ പേടിക്കുന്നവരാണ്. അതുകൊണ്ട് അവര് WYHWH എന്ന് എഴുതും. യാഹു എന്ന് പറയത്തില്ല. അതിൻ്റെ വവ്വൽസ് എല്ലാം കട്ട് ചെയ്ത് കളി. ആ ഇസ്രായേൽ മക്കൾ ഇവിടെ പറയുന്നത് യഹോവയായ യാഹു. 2 പ്രാവശ്യം പറയുകയാണ്. യഹോവ തന്നെയാണ് ആര്? യാഹു. പ്രിയമുള്ളവരെ, ഉറപ്പിച്ച് പറയാനായിട്ടാണ് ഇങ്ങനെ ഉറപ്പ് തരാൻ വേണ്ടിയിട്ട്. യഹോവയായ യാഹിൽ, എവർ ലാസ്റ്റിംഗ് റോക്ക്. അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ്? എവർ ലാസ്റ്റിംഗ് റോക്ക്, ഇറ്റേണൽ റോക്ക് എന്ന് പറഞ്ഞാൽ നിത്യമായ, ഈ ലോകം മാറിയാലും മാറാത്തൊരു പാറ എവിടെ മാത്രമേ ഉള്ളൂ? യഹോവയായ യാഹിൽ. വേറൊരിടത്തില്ല. അവൻ മാത്രമാണ് മാറ്റമില്ലാത്തവൻ. അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾ ആ ദൈവത്തിൽ ആശ്രയിക്കണം. ആരിൽ ആശ്രയിക്കണം? ദാനിയേലിൻ്റെ കൂടെ ഇരുന്ന ദൈവം. സിംഹക്കുടിയിൽ ദാനിയേലിൻ്റെ കൂടെ, തീച്ചൂളിയിൽ 3 പൈതങ്ങളുടെ കൂടെ ഇരുന്ന ദൈവം. പ്രിയമുള്ളവരെ, പൊട്ടക്കിണറ്റിൽ യോസേപ്പിന്റെ കൂടെ ഇരുന്ന ദൈവം, കാലിത്തൊഴുത്തിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ വന്ന ദൈവം. ആ ദൈവം മാറ്റമില്ലാത്തവനാണ്, ഉറപ്പുള്ളവനാണ്, ശാശ്വതമായ എവർ ലാസ്റ്റിംഗ് റോക്ക്. പണം മാറിപ്പോകും, ആരോഗ്യം പോകും, നിന്റെ സമ്പത്ത് കവർന്നു പോകാം, നിന്റെ കൂടെയുള്ളവർ ചിലപ്പോൾ ഉപേക്ഷിക്കാം. എന്തെല്ലാം മാറിയാലും മാറ്റമില്ലാത്തവനെന്ന് പറഞ്ഞത് ഒരാൾ മാത്രം. അതുകൊണ്ട് യേശയ്യാവ് പറയുകയാണ്, യഹോവയായ യാഹിൽ എന്നാ ഉണ്ട്? എവർ ലാസ്റ്റിംഗ് റോക്ക്. ഒരിക്കലും മാറ്റമില്ലാത്ത ശാശ്വതമായ പാറ, അത് ദൈവമാണ്. ഇങ്ങനെ നമ്മൾ ദൈവത്തെ പരിചയപ്പെട്ടു കേട്ടോ. ഈ ദൈവത്തെ നമ്മൾ പരിചയപ്പെട്ടു. എന്തെന്നാ പരിചയപ്പെട്ടത്? പാറ. എന്താ പരിചയപ്പെട്ടെ? ഇനി നമ്മൾ നോക്കിക്കേ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് കനാനിലേക്ക് പോവുകയാണ്.
എത്ര വർഷം എടുത്തു മക്കളെ? ഈജിപ്തിൽ നിന്ന് കനാനിൽ എത്ര വർഷം എടുത്തു? 40. നല്ല പിള്ളേരച്ഛാ. KP വർഗീസ് അച്ഛൻ ഭാഗ്യമുള്ള അച്ഛനാ. നല്ല പിള്ളേര്. 40 വർഷം. എത്ര വർഷമാ? ഈ 40 വർഷത്തെ എന്താന്ന് പറയാമെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും മരുഭൂയാത്ര. നമ്മുടെ മരുഭൂയാത്രയാണിത്. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നു. എന്താ കടന്നേ? അത് പറയാണ് സ്നാനത്തിന്റെ മുൻകുറി. ചെങ്കടൽ കടന്നത് എന്തിന്റെ മുൻകുറിയാ? സ്നാനം. കണ്ടോ? മാമോദീസ മുങ്ങി. മാമോദീസ മുങ്ങി ഇപ്രെ കരി വന്നു. രഫീദീം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. കേട്ടോ? രഫീദീം. ഏതാ സ്ഥലം? രഫീദീം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. എന്നാന്ന് പ്രശ്നം എന്നറിയാമോ? ആ സ്ഥലത്തെത്തിയപ്പോൾ ദാഹമുണ്ടായി. ഒന്ന് പറഞ്ഞേ, എന്നാ ഉണ്ടായി? ദാഹം വേണം. എന്ത് വേണം? ദാഹം. ജനത്തിന്, മാമോദീസ മുങ്ങിയ ജനത്തിന് ദാഹം. കണ്ടോ? ഇന്ന് സഭയുടെ ഒരു പ്രശ്നം എന്നാണെന്നറിയാമോ? ദാഹമില്ല. ദാഹമുണ്ടായിരുന്നെങ്കിൽ ഈ ദേവാലയത്തിൽ ഇനി സ്ഥലം തികയത്തില്ല. ദാഹമില്ല. ദാഹം. കണ്ടോ? എന്തിന്റെ ദാഹം? അപ്പത്തിനായിട്ടുള്ള ദാഹമല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. പിന്നെ എന്തിന്റെ ദാഹമാണ്? ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ പറയുകയാണ്, ദേശത്തിലേക്കൊരു ദാഹം വരും, വല്ലാത്തൊരു ദാഹം. അന്ന് പ്രിയമുള്ളവരെ, ലോകത്തിൽ ചില നിയമങ്ങൾ നിലവിൽ വരും. എന്താണെന്നറിയാമോ? ചിലപ്പോൾ നിയമം വരികയാണ്, പള്ളിയിൽ ആരാധിക്കാൻ പറ്റില്ല. കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചു അല്ലേ? വചനം ഇങ്ങനെ മൈക്ക് വെച്ചൊന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ വന്നാൽ പ്രശ്നമാണ്. ഇതൊന്നും കിട്ടത്തില്ല, ആരാധന കിട്ടത്തില്ല കേട്ടോ. കൊറോണ സമയത്ത് ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു, അച്ചോ കുർബാനയുണ്ടോ? ആയ കാലത്ത് പള്ളി വന്നിട്ടില്ല. ആയ കാലത്ത് പള്ളി വന്നില്ല. കൊറോണ സമയത്ത് കുർബാനയുണ്ടോ? ഞാൻ പറഞ്ഞു, എന്താ? കുർബാന അനുഭവിക്കണം. അയ്യോ. ഞാൻ അവനോട് പറഞ്ഞേടാ, എത്ര നാള് കുർബാന ഉണ്ടായിരുന്നു? അന്നൊന്നും നിനക്ക് വേണ്ടായിരുന്നു. ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. എന്താണെന്നറിയാമോ? ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു. ഇതൊരു പ്രവചനമാണ്, വരാൻ പോവുകയാണ്. കർത്താവ്, ഇന്നിന്റെ പ്രശ്നം എന്നാന്നറിയുമോ? ദാഹമില്ല. അതുകൊണ്ടാണ് എന്നാന്നറിയാമോ? വീട്ടിൽ ആരെങ്കിലും വേദപുസ്തകം വായിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്നാൽ പലരുടെയും വീട്ടിൽ വേദപുസ്തകം വെറുതെ ഇരിക്കുക, എടുക്കാൻ ദാഹമില്ല. പള്ളിയിൽ വിശുദ്ധ കുർബാനയുണ്ട്, പള്ളി വരുന്നുണ്ടോ? ഉണ്ട്. കുർബാന സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? അത് പിന്നെ അച്ഛനൊക്കെ സ്വീകരിക്കുന്നില്ല. ദാഹമില്ല. ആണ്ടിലൊരിക്കൽ പെസഹ, അതിന് നമ്മൾ എന്ത് ചെയ്യും? കുർബാന സ്വീകരിക്കും. കർത്താവേ, പ്രിയമുള്ളവരെ, കാലങ്ങൾ മാറും കേട്ടോ. ദാഹം അങ്ങോട്ട് വരുമ്പോൾ കിട്ടത്തില്ല. ഇസ്രായേൽ മക്കൾ ഈ ചെങ്കടലിൽ കടന്ന ഉടനെ ദാഹം, വല്ലാത്ത ദാഹം. എത്ര പേർക്ക് ആ ദാഹം ഉള്ളതെന്ന് പറയാമോ? ചെങ്കടലിൽ കടന്നു വന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ? എത്ര പേര് ചെങ്കടലിൽ കടന്നു വന്നു? പുരുഷന്മാരുടെ എണ്ണം കൃത്യമായിട്ട് എനിക്കറിയാം, 12 ലക്ഷം. എത്രയാണ്? അപ്പൊ നിങ്ങൾ പറ, സ്ത്രീകളൊക്കെ എത്രയുണ്ടാവും? സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടി എത്ര കാണും? എത്ര കാണുമായിരിക്കും? അതിൽ കൂടുതലുണ്ടാകും കേട്ടോ. ഞാൻ വായിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം. എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ. എത്ര പേരാണ്? 6 ലക്ഷം പുരുഷന്മാർ. ഇപ്പൊ സ്ത്രീകൾ എത്രയുണ്ടാവും? സ്ത്രീകൾ എത്ര കാണും? ഈ പള്ളിയിൽ നോക്കിക്കേ, 6 ലക്ഷം പുരുഷന്മാരുണ്ടെങ്കിൽ സ്ത്രീകൾ എത്ര ഉണ്ടാവും? എത്രയുണ്ടാവും? കുറയുവോ കൂടുവോ? കൂടുകയേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു 6 കൂട്ടിക്ക്, അപ്പൊ എത്രയായി? 12 ലക്ഷം. 6 6 12. ഇനി കുട്ടികൾ എത്രയുണ്ടാവും? കുട്ടികൾ എത്രയുണ്ടാവും? കുട്ടികളും നമുക്കൊരു 6 കൂട്ടിയാൽ മതിയല്ലേ? അപ്പൊ എത്രയായി? 18 ലക്ഷം. എത്രയുണ്ട്? പിതാക്കന്മാർ പറയുന്നത് 20 ലക്ഷം ജനങ്ങളുണ്ടായിരുന്നു. എത്ര പേരാ?
20 ലക്ഷം ജനങ്ങൾക്ക് ദാഹം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, 20 ലക്ഷം ജനങ്ങൾക്ക് ദാഹം. അവർക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ എത്ര ലിറ്റർ വെള്ളം വേണം? ഈ ഹരിപ്പാട് ആറാഴി പള്ളിയിലുള്ളവരൊക്കെ നല്ല കണക്കൂട്ടലുള്ളവരാണെന്ന് എൻ്റെ വിചാരം കേട്ടോ. 20 ലക്ഷം ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ എത്ര ലിറ്റർ വെള്ളം വേണം? 20 ലിറ്റർ. എത്രയാ? 20 ലക്ഷം ലിറ്റർ എങ്കിലും വേണം. കണ്ടോ, പോരാ കേട്ടോ. കാരണം ഇവരുടെ കൂടെ ആടുമാടുകൾ കന്നുകാലികളെല്ലാം ഉണ്ട്. നമ്മൾ 1 ലിറ്റർ വെള്ളം കൊടുക്കുന്നത് അത് കന്നുകാലിക്ക് കൊടുത്ത വെല്ലം ആവുമോ? ആകുമോ? ഒരു ചെമ്പ് വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ് ആര്? കന്നുകാലികൾ. എൻ്റെ പ്രിയമുള്ളവരെ, വചനം പറയുന്നു, ഈ ജനങ്ങൾക്ക് ലക്ഷക്കണക്കിന് വെള്ളം വേണം. ഇതാ മാമോദിസ മുങ്ങിയപ്പോൾ ലക്ഷക്കണക്കിന് വെള്ളം ചോദിക്കുന്നു ജനങ്ങൾ. നിങ്ങൾ ഓർത്തോ, ഈ മരുഭൂയാത്ര തുടങ്ങണമെങ്കിൽ ഈ വെള്ളം കുടിച്ചേ പറ്റുകയുള്ളൂ. ഈ വെള്ളത്തിന് ദാഹമുണ്ടായേ പറ്റുകയുള്ളൂ. അപ്പൊ ദൈവം ഒരു പ്രത്യേക ക്രമീകരണം സൃഷ്ടിച്ചു. എന്താണെന്നറിയാമോ? വെള്ളമില്ല. എന്താ അവിടുത്തെ ക്രമീകരണം? വെള്ളമില്ല. കണ്ടോ, ദൈവത്തിന്റെ ഒരു പദ്ധതിയാ. രഫീദീമിലെത്തിയപ്പോൾ ജനങ്ങൾ ദാഹിക്കുന്നു, മൃഗങ്ങൾ ദാഹിക്കുന്നു, ആർക്കും വെള്ളമില്ല. ദൈവം പ്രത്യേകമായി ക്രമീകരിച്ചു. പക്ഷേ അവിടെ പാറയുണ്ടായിരുന്നു. എന്നാ ഉണ്ടായിരുന്നു? ആരായി പാറ? ദൈവം കേട്ടോ. ഇനി വായിച്ചേ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. യഹോവയായ ദൈവം പറയുന്നു, ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. അപ്പൊ എല്ലാവരും മനസ്സിലൊന്ന് കണ്ട്, വലിയൊരു പാറ. അതിന്റെ മുകളിൽ ആരാ നിൽക്കുന്നത്? ആരാ നിൽക്കുന്നത്? വേറെ വല്ലതും ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. പാറ എന്നൊക്കെ പറയുമ്പോൾ വേറെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. വലിയൊരു പാറ. അതിന്റെ മുകളിൽ ആരാണ്? അതിന്റെ മുകളിൽ ആരാ മോനെ? യഹോവയായ ദൈവം നിൽക്കുന്ന പാറ കേട്ടോ. ഇനി പറയുന്നത് ശ്രദ്ധിച്ചോണേ. ദൈവം മോശയോട് പറഞ്ഞു, നീ പാറയെ അടിക്കണം. ദൈവം മോശയോട് എന്നാ പറഞ്ഞു? ആര് നിൽക്കുന്ന പാറ? നമുക്ക് അടിക്കാൻ പറ്റുമോ? ദൈവം നിൽക്കുന്ന പാറയാണല്ലേ. അടിക്കാൻ പറ്റുമോ? നമ്മുടെ ബാവാ തിരുമേനി വന്നിരിക്കുന്ന കസേര അടിച്ചോളാൻ പറഞ്ഞാൽ അടിക്കാൻ തോന്നുവോ? കസേരക്കിട്ടടിച്ചോ? അടിക്കാൻ തോന്നുവോ? ഇല്ല. ദൈവം പറഞ്ഞു മോശയോട്, നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിക്കുവാൻ വെള്ളം പുറപ്പെടും. എന്താണിത്? എന്താണിത്? അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു പീഡനം, സഹനം. യഹോവയായ ദൈവം ഒരു പാറയുടെ മുകളിൽ നിൽക്കുന്നു. ദൈവം തന്നെ പറയുകയാണ്, ഈ പാറയെ അടിക്കണം. ഈ പാറയടിച്ചാൽ അതിൽ നിന്നൊരു വെള്ളം വരും. അപ്പോ പ്രിയമുള്ളവരെ, പാറയുടെ അർത്ഥത്തിന് ചില വ്യത്യാസം വരാൻ തുടങ്ങി. പാറയുടെ അർത്ഥത്തിന് വ്യത്യാസം വരാൻ തുടങ്ങി. എന്താ വ്യത്യാസം വന്നെന്ന് നോക്കിക്കേ. 1 കൊരിന്ത്യർ 12-ാം അധ്യായം എടുക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം എടുക്കാം. ഞാൻ തന്നെ വെറുതെ പറയുക എടുക്കാമെന്നൊക്കെ, കാരണം ആരുടെയിലും എന്തില്ല. ന്യൂനപക്ഷത്തിന്റെ കയ്യിൽ വേദപുസ്തകമുണ്ട്, ഭൂരിപക്ഷത്തിന്റെ കയ്യിൽ എന്നാ ഉണ്ട്? മൊബൈലുണ്ട്. അത് ഉറപ്പാ അല്ലേ? ഏതില്ല? വേദപുസ്തകമില്ല. അപ്പോൾ 1 കൊരിന്ത്യരുടെ പുസ്തകം 12-ാം അധ്യായം എടുക്കാം. 12-ാം അധ്യായത്തിൽ അല്ല, 10-ാം അധ്യായം എടുത്തേ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യം. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പറഞ്ഞേ. ഇത്രയും ശബ്ദമേ ഉള്ളൂ ഇവിടെയുള്ളവർക്ക്. ആ പാറ ആരായിരുന്നു? അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം, ക്രിസ്തുവായിരുന്നു. എന്നാ ഉത്തരം പറയണ്ടേ? മോശയടിച്ച പാറ ആരായിരുന്നു? ആ പാറയുടെ മുകളിൽ ആര് നിപ്പുണ്ടായിരുന്നു? പിതാവാം ദൈവം. ആര് നിപ്പുണ്ടായിരുന്നു? കർത്താവ്. പ്രിയമുള്ളവരെ, മാമോദീസ കഴിഞ്ഞ് കൊച്ചിനെ ഇങ്ങോട്ട് എടുത്തു വെച്ചാൽ ഉടനെ ദാഹമുണ്ട്. ഉടനെ സഭ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ പാറയിൽ നിന്ന്, ഏത് പാറയിൽ നിന്ന്? അടികൊണ്ട പാറ.
അടികൊണ്ട പാറ ഏതാന്ന് ഏശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യത്തിൽ പ്രവാചകൻ പറയുകയാണ്, അവനെ അടിച്ചും ശിക്ഷിച്ചും ഇരിക്കുന്നു. അവൻ അഴകില്ല, കോമളത്വമില്ല. ആരാണത്? യേശു. കർത്താവേ, പ്രിയമുള്ളവരെ, യേശു സഹിച്ചപ്പോൾ, യേശു നിനക്ക് വേണ്ടി സഹിച്ചപ്പോൾ ഒഴുകിയ വെള്ളത്തിന്റെ പേരെന്താണ്? എന്താണ്? തിരുരക്തം. കൊള്ളാം. എന്താ പറഞ്ഞത്? യേശു സഹിച്ചപ്പോൾ ഒഴുകിയ വെള്ളത്തിന്റെ പേരെന്താണ്? തിരുരക്തം. ഈ മരുഭൂമി യാത്ര ചെയ്യണമെങ്കിൽ ഏത് കുടിച്ചേ പറ്റുള്ളൂ? കണ്ടോ? തിരുരക്തം വേണം. അതുകൊണ്ടാണ് ദൈവം അവിടെ വെള്ളത്തിന്റെ ഒരു ഉറവയില്ലാതെ ഒരു പ്രത്യേക ക്രമീകരണം ചെയ്തത്. ഈ പാറ മനസ്സിലാക്കണവര്, യഹോവ നിൽക്കുന്ന പാറയെ അടിച്ചപ്പോൾ ഇതാ ലക്ഷക്കണക്കിന്, നിങ്ങൾ ഓർക്കണം, കർത്താവിന്റെ തിരുരക്തം ഏതാണ്ട് 130 കോടി ജനങ്ങൾ ഈ ഇന്ത്യയിലുണ്ട്, ഈ ഭാരതത്തിലുണ്ട്. ലോകം മുഴുവൻ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ 300 കൂടുതൽ കോടി ജനങ്ങൾ. സകലർക്കും മതിയാകും വിധം ഈ പാറയിൽ നിന്നൊഴുകും. കണ്ടോ? അന്ന് ലക്ഷക്കണക്കിന് വേണമായിരുന്നു. അതൊഴുകിയെങ്കിൽ ഇന്നും ക്രിസ്തുവിൽ നിന്ന് ഒഴുകുന്നു ആ രക്തം. ഈ മരുഭൂമി യാത്രയ്ക്ക് നിനക്ക് രക്തം ഉണ്ടായേ പറ്റുള്ളൂ. ഈ രക്തം നീ കുടിക്കണം. അതുകൊണ്ട് വെറുതെ ഞായറാഴ്ച പള്ളി വന്നാ പോരാ. പിന്നെ എന്ത് ചെയ്യണം? ദാഹം വേണം. വീട്ടിൽ ശനിയാഴ്ച ഇരിക്കുമ്പോഴേ ഞാൻ ഓർക്കെ, പണ്ടത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ, ഞാൻ അട്ടപ്പാടിയെ കേട്ടോ, അട്ടപ്പാടിയിലെ പഴയ ഒരു പള്ളിയിൽ ഇതിനു മുന്നേ ഇരുന്നേ, 1958 ആരംഭിച്ച ഒരു പള്ളി. അന്നത്തെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ഞാൻ ഓർക്കും. അവരൊന്നും ഇല്ല, മൺമറഞ്ഞു പോയി. പക്ഷെ അവരൊക്കെ ഒരു ശനിയാഴ്ച ഇങ്ങനെ, ഒരു ഞായറാഴ്ച കഴിയുമ്പോൾ നോക്കിയിരിക്കുക അടുത്ത ഞായറാഴ്ച വരാൻ. ഒരു ശനിയാഴ്ച ആകുമ്പോൾ അവർക്കൊക്കെ ഉത്സാഹമാണ്. ശനിയാഴ്ച വന്നാൽ അവർക്ക് എന്താണ്ട്? ഉത്സാഹം. പ്രിയമുള്ളവരെ, വയറ് മുറുക്കി കെട്ടി ഭക്ഷണമില്ലാതെ നൊമ്പരപ്പെട്ട് കഴിഞ്ഞവർ ഒരു ഞായറാഴ്ചയ്ക്ക് വേണ്ടി നോക്കിയിരുന്ന അതികാലത്തെ അടുപ്പ് കത്തിക്കാതെ ദേവാലയത്തിലേക്ക് ഓടി. എന്തിനാണ് ഈ അപ്പച്ചന്മാര് ദേവാലയത്തിൽ ഓടിയത്? എന്തിനാ? അച്ഛനെ കാണാനാണോ? അല്ല പ്രിയമുള്ളവരെ, അവരൊക്കെ ഓടിയത് എന്തിനാണെന്നറിയാമോ? ഈ മരുഭൂമി യാത്രയ്ക്ക് ഈ രക്തം കൂടിയേ തീരൂ. ഈ രക്തം കൂടിയേ തീരൂ. അവര് പള്ളി പോയത് കണ്ടേച്ച് പോരാനല്ലായിരുന്നു. പിന്നെ എന്തിനായിരുന്നു? അനുഭവിച്ച് പോരാൻ. അനുഭവിക്കുന്നവർക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന കുർബാന. കണ്ടോ? അവരെല്ലാവരും ഒരേ ആത്മീക പാറയിൽ നിന്ന് കുടിച്ചു. നിങ്ങൾ കണ്ടോ? ഇച്ചിരി കഴിയുമ്പോൾ എന്നാന്നറിയാമോ? ആ രക്തം ഒഴുകിയതിൻ്റെ തൊട്ട് പിറകെ അവർക്ക് അപ്പമില്ല. അവർക്ക് എന്നാ ഇല്ല? അപ്പൊ എന്താ കൊടുത്തു? അവർക്ക് എന്നാ കൊടുത്തു? 16-ാം അധ്യായത്തിലുണ്ട് കേട്ടോ. മന്ന കൊടുത്തു. എന്നാ കൊടുത്തു? അപ്പോൾ ഈ മരുഭൂമി യാത്രയ്ക്ക് എന്ത് വേണം? ശരീരവും രക്തവും. ഒന്ന് പറഞ്ഞേ, ഈ മരുഭൂമി യാത്രയ്ക്ക് എന്ത് വേണം? ആരുടെ? യേശുവിന്റെ ശരീരവും രക്തവും കൂടിയേ തീരൂ. എന്തിന്? നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ മേലാത്ത ഒരു കാര്യമുണ്ട്. എന്നാന്നറിയാമോ? എൻ്റെ നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. നമ്മുടെ വീടിൻ്റെ മുകളിൽ കുറേ ആൾക്കാർ ഇരിപ്പുണ്ടെന്ന് മാത്രമല്ല, അവന്മാർ ചിരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചിരിക്കുന്നുണ്ട്. ചിലർ കൈയടിക്കുന്നുണ്ട്. അവരുടെ പേരെന്താണെന്നറിയാമോ? ആ ചിലരൊക്കെ ചുണ്ടനങ്ങുന്ന കാണുമ്പോൾ എനിക്കറിയാം അതൊരു പറയുന്ന പേരെന്താണെന്നറിയാം. സാത്താൻ. ആരാണ്? കണ്ടിട്ടുണ്ടോ അമ്മച്ചി? ഇല്ല, പക്ഷെ മോളിലുണ്ട് കേട്ടോ. അത് നമ്മുടെ വീട് കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. ഈ മറിയാമ്മച്ചിയുടെ വീട് കേട്ടോ. ഈ മർക്കോച്ചായന്റെ വീട് ചിരിക്കുക. കാരണം എന്നാന്നറിയാമോ? ഓരോ മുറികളും പാപത്തിൽ. കർത്താവിന് ആ വീട്ടിൽ കയറാൻ പറ്റുന്നില്ലെന്ന്, കർത്താവിന് വസിക്കാൻ പറ്റുന്നില്ലെന്ന് പാപം കുടികൊള്ളുന്നു. അവൻ മുകളിലിരുന്ന് പൊട്ടിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സാധനം മുകളിലിരുന്ന നിന്റെ തലമുറകളിലേക്ക്, മക്കളുടെ മക്കളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. മീഖ എന്ന് പറയുന്ന പ്രവാചകനെ കേട്ടിട്ടുണ്ടോ?
ആരാ ആരാ ആദ്യമായിട്ട് കേൾക്കാണോ മോനെ? ആരാ പേര്? ആരായിരുന്നു? മീഖ. വേദപുസ്തകം നീ കൊണ്ടുവരണം കേട്ടോ. എല്ലാവരും വേദപുസ്തകം കൊണ്ടുവന്നിട്ട് നോക്കണം. മീഖ. ഞാനൊരു സ്ഥലത്ത് ചെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഹബക്കൂക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൊച്ചൻ്റെ ഈ ബൈബിളുണ്ട്. അവൻ ആ മുഴുവൻ തപ്പി, അവിടെയും തപ്പി ഇവിടെയും തപ്പി. അവസാനം എന്നോട് പറഞ്ഞു, ഇല്ല അച്ഛാ, ഇതിൻ്റെ അകത്തില്ലെന്ന് പറഞ്ഞു. ഏതില്ല? ഇതാണ് നമ്മുടെ അവസ്ഥ കേട്ടോ. മീഖ എന്ന് പറയുന്ന പ്രവാചകനുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. വീട്ടിൽ സാത്താൻ വരുന്നതിൻ്റെ ആദ്യത്തെ അടയാളം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഇയ്യോബിന്റെ വീട്ടിൽ സാത്താൻ വന്നപ്പോൾ ആദ്യം എന്താ ചെയ്തേ? ഇയ്യോബിന്റെ വീട്ടിൽ സാത്താൻ വന്നപ്പോൾ ആദ്യം എന്താ ചെയ്തേ? നേരെ വന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറി പിടിക്കുകയായിരുന്നു? അല്ല. ആദ്യം എന്ത് ചെയ്തു? കൃഷി പോയി, എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലകൾ മുഴുവൻ തകർത്തു. സാമ്പത്തിക ഞെരുക്കം, കടബാധ്യതകൾ കേട്ടോ. ഇയ്യോബിന്റെ വീട്ടിൽ സാത്താൻ വന്നപ്പോൾ ഉപജീവന മാർഗങ്ങൾ മുഴുവൻ തകർത്തു കളഞ്ഞു. കടബാധ്യതയുണ്ടായി. കർത്താവേ, പ്രിയമുള്ളവര്, മീഖയുടെ കുടുംബത്തിൽ കടബാധ്യതയേറി. നല്ല ജോലി ഉണ്ടായിരുന്ന മീഖ പ്രവാചകനായിരുന്നു. നല്ല ആശാരിപ്പണിയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ ആരും വിളിക്കുന്നില്ല, ഒരു പണിയില്ല. അങ്ങനെ വീട്ടിൽ കടമുണ്ടായി. പുരുഷന്മാര് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയും. അങ്ങനെ കടമുണ്ടായപ്പോൾ ഇത്രയും നാളും ചേട്ടാ 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 എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ചേച്ചി, ഈ കടമൊക്കെ ഉണ്ടായപ്പോൾ ഇപ്പൊ എന്നാ വിളിക്കുന്നേ? പണിക്കും പോണില്ലൊന്നുമില്ല, വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ചേച്ചി ഇപ്പൊ എന്നാ വിളിക്കുന്നേ? ആ പേരൊന്ന് പറയാവോ? പിള്ളേരത് കേട്ടുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് അച്ഛാ വിളിക്കുന്ന വീട്ടിൽ, ആ സാത്താൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഈ അപ്പച്ചന്മാര് അമ്മച്ചിമാര് വിളിക്കുന്ന പേര് ചിലപ്പോൾ ഇത്രയും നാളും ചേട്ടാ വിളിച്ചത് ഇച്ചിരി കഴിയുമ്പോൾ മാറും. ഇതിയാൻ ഒരു പണിയില്ല, ഇങ്ങനെ ഇരിക്കും. ഇത് കേൾക്കുന്ന പിള്ളേർക്ക് വല്ല വിലയും തോന്നുമോ? ഈ അപ്പന്മാരോട് വല്ല വിലയും തോന്നുമോ? ഇല്ല. പ്രിയമുള്ളവരെ, മീഖായ്ക്ക് ഇങ്ങനെ വീട്ടിലിരുന്നപ്പോ തോന്നി, ആർക്കും ഒരു വിലയില്ലല്ലോ. ഞാനിങ്ങനെ ചത്തുകിടന്ന പണിയെടുത്ത് സ്നേഹിച്ച കുടുംബത്തിൽ എന്നെ അല്ലല്ലോ ഇവർ സ്നേഹിച്ചത്. എന്നെ അല്ലല്ലോ, ഇവരെന്റെ പണമാണല്ലോ സ്നേഹിച്ചത്. മീഖായ്ക്ക് തോന്നി മരിച്ചാ മതി. എന്നാ തോന്നി? അപ്പൊ മീഖയുടെ വീടിന്റെ മുകളിൽ ആരുണ്ട്? സാത്താൻ. ഈ സമയത്ത് എന്നാ ചെയ്യുന്നത്? മീഖ മരിക്കാൻ തോന്നിയപ്പോൾ സാത്താൻ അയ്യോ എന്ന് പറയും. കരഞ്ഞോണ്ടിരുന്നോ? പിന്നെ എന്നാ ചെയ്തു? നിങ്ങൾ പറ. ആ സാത്താൻ എന്ത് ചെയ്ത് കാണും? അന്ന് ചിരിച്ചേ, ഒന്ന് പൊട്ടിച്ചിരിച്ചേ. മീഖ മരിക്കാൻ തീരുമാനിച്ചപ്പോ സാത്താൻ എന്ത് ചെയ്തു? കർത്താവേ, പ്രിയമുള്ളവരെ, മീഖ വന്ന ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ജീവിക്കാൻ പറ്റുന്നില്ല, എന്റെ കുടുംബത്തിൽ ആർക്കും എന്നെ വേണ്ട, ഞാൻ മരിക്കും. ദൈവം പറഞ്ഞു, നീ മരിക്കുന്നത് തന്നെയാ നല്ലത്. ഇവരുടെയൊക്കെ ഇടയിൽ ഇരിക്കുന്നതിലും ഭേദം എന്ത് തന്നെയാ നല്ലത്. പക്ഷേ മരിക്കുന്നതിന് മുന്നേ വീടിന്റെ മുകളിലുള്ള ശബ്ദം കേൾക്കണം. മരിക്കുന്നതിന് മുന്നേ എന്നെ കേൾക്കണം? വീടിന്റെ മുകളിലുള്ള. അപ്പൊ മീഖ, എടാ, നമ്മൾ ഇത്രയും നാളും വീട് പണിത് താമസിച്ചിട്ട് വീടിന്റെ മുകളിൽ ശബ്ദമൊന്നുമില്ലല്ലോ. എന്നാ പ്രിയമുള്ളവരെ, മീഖായ്ക്ക് ഉത്സാഹം തോന്നി, ഈ ശബ്ദം എന്തെന്ന് കേൾക്കണം. അങ്ങനെ വീട്ടിൽ പോയിരുന്ന് ശ്രദ്ധിക്കുക. വീട്ടിൽ പോയിരുന്ന് ശ്രദ്ധിക്കുമ്പോൾ വീടിന്റെ മുകളിൽ പൊട്ടിച്ചിരിക്കുന്നു. വീടിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? പൊട്ടിച്ചിരിക്കുന്നു, കൈയടിക്കുന്നു. അവര് പറയുന്നു, എന്താ പറയുന്നതെന്നറിയാമോ? തീർന്നടാ മീഖ, തീർന്നു തീർന്നു തീർന്നു. ഇവിടെ ഇരിക്കുന്ന പലരും നൊമ്പരപ്പെട്ട് നിരാശപ്പെട്ട് ജീവിതത്തിൽ ഒരു ശരണമില്ലാതെ ഇരിപ്പുണ്ടോ? സാത്താൻ നിന്റെ തലയ്ക്ക് മീതെ ആർത്തട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മീഖയുടെ കുടുംബത്തെ കണ്ട് പൊട്ടിച്ചിരിച്ച സാത്താൻ, ഓ, മീഖായ്ക്ക് ഇത് കണ്ടപ്പോ സങ്കടം തോന്നി. എന്റെ ദൈവമേ, ഈ സാത്താന്മാരെല്ലാം എന്റെ വീടിന്റെ മുകളിൽ കൈയടിച്ച് പൊട്ടിച്ചിരിച്ച് കളിയാക്കുകയാണല്ലോ. മീഖ ഇറങ്ങി ഓടി ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന്, ദൈവമേ, നീ പറഞ്ഞതുപോലെ ഞാൻ കേട്ടു ശബ്ദം. സാത്താൻ ചിരിക്കുന്നു. ദൈവം ചോദിച്ചു, സാത്താൻ ചിരിക്കണോ ഞാൻ ചിരിക്കണോ? നിങ്ങൾ പറ, ആര് ചിരിക്കണം? ആര് ചിരിക്കണം? പള്ളിക്കകത്ത് വെച്ചാ പറഞ്ഞേ കേട്ടോ. ദൈവം ചിരിക്കണം. ആര് ചിരിക്കണം? എന്നാ ഇനി പറഞ്ഞത് അനുസരിച്ചല്ലേ പണിയാവേ. അപ്പോൾ ദൈവം മീഖയോട് പറഞ്ഞു,
ഞാനൊരു വചനം പറഞ്ഞു തരാം. ഞാൻ എന്ത് പറഞ്ഞുതരാം? അങ്ങനെ വചനം പറഞ്ഞാൽ സാത്താൻ പോവോ? എന്താ ഈ വചനം? ഞാനിപ്പോ പറയുന്ന ശബ്ദം നിങ്ങളുടെ ചെവിയിൽ എത്തുന്നത് എങ്ങനെ? ഞാൻ ഇങ്ങനെ ചെവിയിലോട്ട് കൊണ്ടു തരുവാണോ? അല്ല. പിന്നെ എങ്ങനെ വരുന്നത്? ഈ ശബ്ദം ഇതൊരു കാറ്റാണ്. ഇതിവിടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലകൾ ഉണ്ടാക്കി, ഈ അലകൾ നിങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ അടിച്ചു. അപ്പോൾ ശബ്ദമുണ്ടാകണമെങ്കിൽ എന്നാ വേണം? എന്നാ വേണം? മൂക്കിൽ ശ്വാസം വേണം കേട്ടോ. കാറ്റ് പോയ ഒരാൾക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ കാറ്റ് പോയെന്ന് പറയും കേട്ടോ. അപ്പൊ കാറ്റുണ്ടെങ്കിലേ എന്ത് വരത്തുള്ളൂ? ശബ്ദം. ദൈവത്തിന്റെ ഓരോ വചനത്തിലും കാറ്റുണ്ട് കേട്ടോ. എൻ്റെ വിഷയമല്ല, ഞാൻ വേറെ വഴിക്കൂടെ പോകുന്നുണ്ട്. 2 തീമോത്തിയോസ് 3:16, 2 തീമോത്തിയോസ് 3:16 ഇങ്ങനെയാണ് പറയുന്നത്: തിരുവെഴുത്തുകൾ, സകല തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാണ്. എന്താ പറഞ്ഞത്? ഓൾ സ്ക്രിപ്ചേഴ്സ് ആർ ഗോഡ് ബ്രീത്ത്. ഓൾ സ്ക്രിപ്ചേഴ്സ് ആർ ഗോഡ് ബ്രീത്ത്. എല്ലാ വചനങ്ങളും ദൈവശ്വാസമുള്ളതാണ്. ഒന്ന് പറഞ്ഞേ, എല്ലാ വചനത്തിലും എന്നാ ഉണ്ട്? ദൈവത്തിന്റെ ശ്വാസം കേട്ടോ. ഇനി ശ്രദ്ധിച്ച്, ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വ സൃഷ്ടിച്ചു മണ്ണുകൊണ്ട്. എന്നിട്ട് ദൈവം അവരുടെ മൂക്കിൽ എന്നാ ചെയ്തേ? എന്നാ? അതിന് ഒരു പേരുണ്ടല്ലോ, ജീവശ്വാസം. എന്താണ്? കാറ്റൂതി. റൂഹ, റൂഹ കേട്ടോ. റൂഹ ഊതിയപ്പോൾ അവരാരായി തീർന്നു? ജീവനുള്ള ദേഹി. ഇനി ശ്രദ്ധിച്ച്, വേദപുസ്തകം കൊണ്ടുവരാത്തവരെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ എല്ലാ വചനത്തിലും ദൈവത്തിന്റെ റൂഹായുണ്ട്. കാറ്റുണ്ടെങ്കിൽ ഈ വചനത്തിന് എന്നാ ഉണ്ട്? ഈ വചനത്തിന് എന്നാ ഉണ്ട്? ആ വെറുതെ മണ്ണുകൊണ്ട് മെനഞ്ഞ മനുഷ്യന്റെ മൂക്കിൽ കാറ്റടിച്ചപ്പോൾ അവരാരായി തീർന്നു? ജീവനുള്ളതായെങ്കിൽ ഈ വചനത്തിലേക്ക് കാറ്റുണ്ടെങ്കിൽ ഈ വചനത്തിന് എന്നാ ഉണ്ട്? ജീവനുണ്ട് കേട്ടോ. ജീവനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ജീവനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് എബ്രായർ 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. മീകായുടെ ദൈവം പറഞ്ഞു, ഞാനൊരു വചനം പറയുന്നു, ഇറ്റ്സ് ലിവിങ്, ഇറ്റ്സ് ആക്റ്റീവ്. അതുകൊണ്ടാണ് ഏവെങ്കിലും വായിക്കുമ്പോൾ ജീവനുള്ള വചനത്തിന്റെ അറിയിപ്പിനെ നാം ഇത് ജീവനുണ്ട് കേട്ടോ. വീട്ടിലിരിക്കുന്ന ഈ സാധനത്തിന് ജീവനുണ്ടെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിനെ ബഹുമാനിച്ച് ആദരിച്ച നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിയും. വീട്ടിൽ വേദപുസ്തകം വായിക്കണം. ജീവനുള്ള ദൈവത്തിന്റെ വചനം വായിച്ചാൽ വീട്ടിൽ ദൈവത്തിന്റെ റൂഹ വ്യാപരിക്കും. വചനം വായിച്ചാൽ ആത്മാവ് ഇറങ്ങും. അവിടെ കർത്താവ് വന്നിരിക്കും, സാത്താൻ ഇരിക്കില്ല. മീകായുടെ ദൈവം പറഞ്ഞു, നീ വീട്ടിൽ പോയിട്ട് പറയണം, സാത്താനേ എന്ന് പറഞ്ഞേ, എന്നെ ചൊല്ലി ചിരിക്കരുത്. എന്നെ ചൊല്ലി വീണാലും പോരാ, ശബ്ദമില്ല. വീണാലും ഞാൻ എഴുന്നേൽക്കും. വീണാലും ഞാൻ എഴുന്നേൽക്കും. ആരാ ഇത് പറഞ്ഞു കൊടുത്തേ? ദൈവം. സാത്താനേ, ഈ വീട് കണ്ട് ചിരിക്കരുത്. വീണു എങ്കിലും എഴുന്നേൽക്കും. വീണുവെങ്കിലും എത്ര ഇരുട്ടാണെങ്കിലും യഹോവ ഈ വീട്ടിൽ വെളിച്ചമായി വരും. എത്ര ഇരുട്ടാണെങ്കിലും യഹോവ ഈ വീട്ടിൽ. നിങ്ങളൊരു ട്യൂബ് ലൈറ്റ് നോക്കിയിട്ട് പറഞ്ഞേ, ഇരുട്ട് കയറുവോ അങ്ങോട്ട്? പറ, എല്ലാരും പറ, കയറുവോ? നെവർ, നെവർ. പക്ഷെ ഈ വെളിച്ചത്തിന് എങ്ങോട്ട് കയറാം? ഇരുട്ടിലേക്ക് കയറാം കേട്ടോ. ദൈവം വെളിച്ചമാണെങ്കിൽ നിന്റെ വീട്ടിൽ കർത്താവ് വന്ന സാത്താൻ ഇല്ലടോ. സാത്താൻ ഇല്ല. പിന്നെ കർത്താവ് പ്രിയമുള്ളവര്, മീകാ വീട്ടിൽ പോയിട്ട് ചൊല്ലി, സാത്താനേ, അവന്മാരെല്ലാവരോട് കൂവാൻ തുടങ്ങി. കൂന്ന് പള്ളി ആയതുകൊണ്ട് കൂവുന്നില്ല കേട്ടോ. സാത്താന്മാരെല്ലാം എന്ത് ചെയ്തു? കൂവി. മീകാ വീണ്ടും പറഞ്ഞു, ചിരിക്കണ്ടടാ, കൂവണ്ടടാ, ഈ വീട് വീണു, ഞങ്ങൾ തകർന്നിരിക്കുകയാണ്. തകർന്നാലും എഴുന്നേറ്റ് വരും. തകർന്നാലും എന്ത് ചെയ്യും? ഈ വചനത്തിൽ റൂഹായുണ്ട്, ആത്മാവുണ്ട്, ജീവനുണ്ട്, ചൈതന്യമുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, എത്ര ഇരുട്ടി വീട്ടിലുണ്ടെങ്കിലും എന്റെ കർത്താവ് ഈ വീട്ടിൽ വരും. കർത്താവ് വരും.
ആകെ പ്രിയമുള്ളവര്, മീക പണിക്ക് പോയില്ല കേട്ടോ. അതുകൊണ്ടാണ് വീട്ടിലിരുന്ന് വേദവസ്തു എടുത്ത് വായിച്ചാൽ നിന്റെ വഴി തെളിയുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വഴി മുട്ടിയിരിക്കുകയാണോ? ഒരു മുറി കയറി വേദവസ്തു എടുത്ത് വായിക്ക്. ദൈവത്തിന്റെ ശബ്ദം ആ മുറികളിൽ ഇങ്ങനെ അലയടിക്കട്ടെ. ആത്മാവ് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ റൂഹ വരും, ദൈവം ഇറങ്ങി വസിക്കും. സാത്താൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും, വെളിച്ചം വരും. കർത്താവ് പ്രിയമുള്ളവരെ, മീക നിർത്തിയില്ല. പിന്നെയും പറഞ്ഞു, സാത്താനെ ചിരിക്കല്ലടാ, കർത്താവ് വരും, വെളിച്ചം അവൻ വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ കൈയടി നിന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ചിരി നിന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ വീടിന്റെ വാതിൽക്കൽ ഒരാൾ വന്നു. മീകായെ, പണി വല്ലതും ഉണ്ടോ? ഇല്ല, എൻ്റെ വീട്ടിൽ ഇച്ചിരി പണിയുണ്ടായിരുന്നു, വരാമോ? ആ, പണിയൊക്കെ റെഡിയാവും. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ വരുന്നു. വീട്ടിൽ തിന്നത് ഞാൻ തരുമെന്ന് ദൈവം വചനം പറയുകയാണ്. യോവേൽ പ്രവചനത്തിലുണ്ട്. വെട്ടുക്കിളി തിന്നതും വീട്ടിൽ നിന്നതും ഒക്കെ ഞാൻ തരുവിടാ, എന്നെ വിളിച്ചാൽ മതി. പാറയായ ദൈവം എന്നെ വിളിച്ചാൽ മതി. പക്ഷെ നീ വിളിക്കണം, ഞാനതിന്മേ വരും. കർത്താവേ പ്രിയമുള്ളവരെ, ഇതാ എന്തിനു ഞാനിത് പറഞ്ഞെന്നറിയാമോ? ഈ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പോകുന്ന വഴി സ്നാനം കഴിഞ്ഞ ഉടനെ വെള്ളം കുടിച്ചു. എന്നാ വെള്ളം? തീക്കൽ പാറ. കർത്താവായ ദൈവം തീ പോലെ ആർക്കും നോക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര പ്രാഭവത്തിലുള്ള ആ മഹാതീയായ ദൈവം നിൽക്കുന്ന പാറയിൽ നിന്ന് മോശ വടി കൊണ്ടടിച്ചപ്പോൾ വെള്ളമൊഴുകി. ആ വെള്ളം കുടിച്ച ഉടനെ അവരെന്താ ചെയ്തതെന്നറിയാമോ? അവർ ചെയ്തത് എന്താണെന്നറിയാമോ? അമാലേക്കിനെ ജയിച്ചു. എന്തിനെ ജയിച്ചു? അമാലേക്കിനെ ജയിച്ചു കേട്ടോ. അമാലേക്ക് ആരാണെന്നറിയാമോ? സാത്താൻ കേട്ടോ. ഇനി അതറിയാൻ എനിക്ക് സമയമില്ല. അതിൻ്റെ നല്ലൊരു പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേട്ടാൽ മതി. അമാലേക്ക് സാത്താനെ ജയിച്ചു. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവർ ആരെ ജയിക്കും? ആരെ ജയിക്കും? സാത്താനെ ജയിക്കും. നിന്റെ വീട്ടിൽ സാത്താനെ ജയിക്കണമെങ്കിൽ വെറുതെ പള്ളി വന്നിട്ട് പോയാ പോരാ, ദാഹിക്കണം. ഒരു ശനിയാഴ്ച ഇരുന്നിട്ട്, കർത്താവേ എനിക്ക് നിന്റെ തിരുശരീര രക്തങ്ങൾ വേണം, അനുഭവിക്കണം, ഈ വീട്ടിൽ നിന്ന് തിന്മകൾ ഇറങ്ങണം, ആഗ്രഹിക്കണം. പ്രിയമുള്ളവര്, അങ്ങനെ ദാഹിച്ചു വന്ന് കർത്താവിന്റെ തിരുശരീര രക്തം സ്വീകരിച്ചാൽ നിന്റെ വീട്ടിൽ അമാലേക്കില്ല. ഒരു കൽപ്പനയുണ്ട് കർത്താവിന്റെ, ആവർത്തനം 25-ലാണെന്ന് തോന്നുന്നു. അമാലേക്കിന്റെ ഓർമ്മ ഈ ആകാശത്തിന്റെ താഴെ സർവ്വ സ്ഥലങ്ങളിൽ നിന്നും നീ മായിച്ചു കളയണം. അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാവല്ലേ. ആവർത്തനം 25-17 മുതലുള്ള വാക്യങ്ങളാണ്. ദൈവം പറഞ്ഞു, ഓർത്തുകൊള്ളുക, നിന്റെ വീടിനെ ആക്രമിക്കുന്ന സാത്താനെ നീ ഓർത്തേ. അവൻ പുറകിൽ നിന്ന് നിന്റെ വീടിനെ ആക്രമിച്ചു. അതിനെ നീ ഇല്ലാതാക്കണമെങ്കിൽ ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ കേട്ടോ. ഇനി കഴിഞ്ഞില്ല. അങ്ങനെ 40 വർഷത്തിന്റെ 1-ാം വർഷത്തിൽ വെള്ളം കുടിക്കാൻ തുടങ്ങി. അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല. ആകാശത്തു നിന്ന് മഞ്ഞയും ഈ പാറയിൽ നിന്നുള്ള വെള്ളവും കുടിച്ച് കനാനിന്റെ വാതിലായ കാദേശിലെത്തി. എവിടെയെത്തിയ മക്കളെ? കാദേശിലെത്തി. 40-ാമത്തെ വർഷത്തിൽ എവിടെയെത്തി? കാദേശ്. കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ദൃഷ്ടാന്തമായിരുന്നു ആദ്യത്തെ പാറ കേട്ടോ. ആദ്യത്തെ പാറ എന്തായിരുന്നു? യേശുവിന്റെ കുരിശുമരണം, തിരുരക്തമൊഴുകിയതിന്റെ ദൃഷ്ടാന്തം. ഇതാ കനാനിന്റെ വാതിക്കലെത്തിയപ്പോ വീണ്ടും പ്രശ്നം. ആണ്ട് വെള്ളമില്ല ചേട്ടാ, വീണ്ടും വെള്ളമില്ലെന്ന്. കനാനിലേക്ക് കയറാൻ പോവുക, വെള്ളമില്ല. ദൈവം എന്തിനെ ഇങ്ങനെ സൃഷ്ടിച്ച്? വീണ്ടും വെള്ളമില്ല. ദൈവം സർവശക്തനല്ലേ, അവർക്ക് വെള്ളം കൊടുക്കാമായിരുന്നല്ലോ. ഈ 40 വർഷം ഒരിടത്തും പിന്നെ വെള്ളമില്ലാതെ വന്നിട്ടില്ല. ഇവിടെ മാത്രം വന്നപ്പോൾ എന്താ വീണ്ടും വെള്ളമില്ല? അപ്പം ആണ്ട് വീണ്ടും അടുത്ത പാറ കേട്ടോ. സംഖ്യയുടെ പുസ്തകം എടുത്ത്, സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം. കാദേശിലെത്തി, കനാന്റെ വാതിക്കലെത്തി, വെള്ളമില്ല. ദൈവം മോശയെ വിളിച്ചു. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 8-ാം വാക്യം, 7 മുതൽ വായിക്കാം. യഹോവ മോശയോട്, നിന്റെ വടിയെടുത്ത് സഹോദരനായ അഹറോനും സഭയെ വിളിച്ചു കൂട്ടി അവരെല്ലാവരും കാണുക. ഒന്നുകൂടെ പറഞ്ഞേ, എന്തോടെ പറഞ്ഞേ? അതല്ല പറയണ്ടേ, പാറയോട്. അന്നൂടെ പറഞ്ഞേ, എന്നാ പറഞ്ഞ ദൈവം?
ചെവിയുണ്ടോ കേൾക്കാൻ? മോശയോട് എന്നാ പറഞ്ഞത്? പാറയോട് വടിയെടുക്കാൻ പറഞ്ഞു, പക്ഷെ അടിക്കാൻ പറഞ്ഞു. പാറയോട് എന്ത് ചെയ്യണം? കൽപ്പിക്കുക. വ്യത്യാസമുണ്ട് കേട്ടോ. ഇതാ കനാന്റെ വാതിക്കലേക്ക് പോകാൻ നേരത്ത് വീണ്ടും പ്രശ്നം, വെള്ളമില്ല. ദൈവം പറഞ്ഞു, സർവ്വസഭയെയും കൂട്ടി സർവ്വജനത്തെയും കൂട്ടി വടിയെടുക്കണം, പക്ഷെ നീ എന്ത് ചെയ്യണം? പാറയോട് കൽപ്പിക്കണം. എന്താ ഇത്? എന്താ ഇത്? കർത്താവിന്റെ കുരിശ് മരണം കഴിഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എവിടെ പോയിരിക്കണം? യെരൂശലേമിൽ. എവിടെ പോയിരിക്കണം? എന്തിന്? ഉന്നതങ്ങളിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളും. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളും എവിടെ ഇരിക്കണം? യെരൂശലേമിൽ. കേട്ടോ? അങ്ങനെ അവർ മർക്കോസിന്റെ മാളികയിൽ കൂടിയിരുന്നു. അവർ പ്രാർത്ഥിച്ചു. കർത്താവിനെ വീണ്ടും ക്രൂശിക്കേണ്ടി വന്നോ? ഇല്ല. ക്രൂശ് മരണം ഒറ്റ പ്രാവശ്യമുള്ളൂ. കർത്താവിന്റെ കുരിശ് മരണം ഒറ്റ പ്രാവശ്യമുള്ളൂ. ഇനി അടിക്കേണ്ട ആവശ്യമില്ല. പിതാവായ ദൈവം പറയാണ്, ഇനി ആ പാറയായ ക്രിസ്തുവിനോട് നീ ഒന്ന് ചോദിച്ചാ മതി. എന്നാ കിട്ടുമെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ. എന്നാ കിട്ടും? എന്നാ കിട്ടും? പാറയോട് ചോദിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും. കണ്ടോ? ചോദിക്കണമെന്ന്. ഇന്ന് വരെ നമ്മുടെ വീട്ടിൽ നിന്ന് ചോദിച്ചില്ല. ഇവിടെ കുറെ പിള്ളേരിപ്പുണ്ട്. ഈ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി, നല്ല കഴിവ്, നല്ല മിടുക്കർ, അല്ലേ? എല്ലാം കൊടുക്കണം. പക്ഷെ ആരും എൻ്റെ കുഞ്ഞിന് പരിശുദ്ധാത്മാവിനെ കൊടുക്കണമേ പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ടാണ് എന്നാ പ്രശ്നം? അതുകൊണ്ടാണ് എന്നാ പ്രശ്നം? എപ്പോഴും ദേഷ്യം, എപ്പോഴും വെറുപ്പ്. കേട്ടോ? വീട്ടിൽ സാത്താൻ വരുന്ന മറ്റൊരു വഴിയുടെ പേരാണ് വെറുപ്പ്. വെറുപ്പ് അല്ലേ അച്ഛാ? അന്ന് അവിടെ പ്രസംഗിച്ച വെറുപ്പ് ഏതാണ്? വീട്ടിൽ ഇരിക്കുമ്പോൾ ചുമ്മാ ഒരു വെറുപ്പ്. ആരോടാ? ജീവിത പങ്കാളിയോട് ചുമ്മാ ഒരു വെറുപ്പ്. കാണിക്കത്തൊന്നുമില്ല കേട്ടോ, പക്ഷെ ഉള്ളിൽ ഒരു കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളോട് നമുക്ക് എന്നാ വരുന്നേ? വെറുപ്പ്. കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്നാന്നറിയാമോ? ഞാൻ ഈ ഷാജിയച്ചനോട് എനിക്ക് നല്ല വെറുപ്പുണ്ട് കേട്ടോ, പക്ഷേ ഈ ഷാജിയച്ചന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ അച്ഛനെ കാണുമ്പോൾ സൂപ്പർ അച്ഛോ, ആറാടിപ്പള്ളി അടിപൊളി, നല്ല തങ്കക്കൂടം അച്ഛൻ. വെല്ലം പിടികിട്ടുവോ? അച്ഛന് വെല്ലം മനസ്സിലാവുമോ? ഇല്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നടന്നു പോയ വഴിക്ക് അച്ഛൻ്റെ കാല് കല്ല് തട്ടി ഒന്ന് തെറിച്ചു. അപ്പൊ എൻ്റെ ഉള്ളിൽ എന്നാ സംഭവിക്കുന്നതെന്നറിയാമോ? അങ്ങനെ വേണോടാ. ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ട് ഞാൻ ആരെ കെട്ടിപ്പിടിക്കും? വെല്ലം പറ്റിയോ? അയ്യോ ഞാൻ തൂത്തരാവേ. ഈ സാത്താന്റെ പേരെന്താ? ഈ സാത്താന്റെ പേരെന്താ? വെറുപ്പ്. ചുമ്മാ നോക്കിയാൽ മതി കേട്ടോ. ഉണ്ട്, നമുക്കുണ്ട് വീട്ടിൽ. ഇതാ ആദ്യം വരുന്നത്. ഈ വെറുപ്പ് അങ്ങനെ ഇരുന്ന പ്രശ്നമാണ് കേട്ടോ. 2 കൊരിന്ത്യർ, നമുക്ക് സമയമില്ല, 2 കൊരിന്ത്യർ 12-20 വായിച്ചാൽ മതി. വെറുപ്പ്, ഈർഷ്യ, കോപം, വാശി, ഏഷണി. കണ്ടോ? ചെയിൻ പിശാച്. അവസാനത്തെ ആടെ പേര് പറയാം, കൊലപാതകം. ഇതാണ് വീട്ടിൽ കയറുന്നത്. വെറുപ്പ്. ഇച്ചിരി കഴിഞ്ഞാൽ ഈർഷ്യ. എന്ന് പറഞ്ഞേ, അത് എന്ന് പറഞ്ഞേ. മുഖം ചുളുങ്ങിയത് കണ്ടില്ലേ അത് പറഞ്ഞപ്പം? ഈർഷ്യ എന്ന് പറയുമ്പോൾ മുഖം എന്ത് ചെയ്തു? അന്ന് പറഞ്ഞാൽ ഈ സാത്താൻ കയറിയ മുഖത്ത് നോക്കിയാൽ അറിയാം. എന്താണ്? KP വർഗീസ് അച്ഛൻ എന്നെ നോക്കുമ്പോഴേ അറിയാം ശരിയല്ല, കലിപ്പുണ്ട്. അപ്പൊ ഈ സമയത്ത് വീട്ടിൽ എന്നാ കൂടും? ശബ്ദം കൂടും. എന്നാ കൂടും? ഇത്രയും നാൾ നമ്മൾ ചായ കൊടുത്തപ്പോൾ ശബ്ദം ഇല്ലായിരുന്നു. ചേട്ടാ ചായ. ഈർഷ്യയുടെ പിശാച് വരുമ്പോഴോ ചേട്ടയൊന്നുമില്ല, ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കും. ഉടനെ പുള്ളി ചായ വന്നല്ലേ. ഇപ്പൊ എന്നാ കൂടി? എന്നാ കൂടി? ശബ്ദം. കേട്ടോ? ആ ലെവൽ അങ്ങോട്ട് ഇച്ചിരിയൂടെ കഴിഞ്ഞാൽ അടുത്തതിന്റെ പേരെന്താണ്? കോപം.
അല്ലേ? അപ്പോഴാണ് നമ്മൾ പറയുന്നത്, നിങ്ങളോടല്ലേ പറഞ്ഞപ്പോ ചായ തരാമെന്ന്. അപ്പൊ ഈ ചോദിച്ച ആൾക്ക് തോന്നി, ദൈവമേ ചോദിച്ചു പോയില്ലോ, ചായം വേണ്ട, ഒന്നും വേണ്ട. ഇതാണ് അടുത്ത പിശാച്. ഇത് കഴിയുമ്പോൾ അടുത്തത് എന്താണ്? അടുത്തത് നാവ് ഏറ്റവും മോശമാക്കും. 2 കൊരിന്ത്യർ 12:20 കേട്ടോ. വായിക്കാത്തിന്ന് വരുന്ന വർത്താനം കേട്ടോ. എൻ്റെ ദൈവമേ, ഈ ജീവിതത്തിൽ പ്രിയമുള്ളവരെ എവിടെ പോയി കുളിച്ചാലും മാറില്ല. അത്രയും ചത്തുപോയ അപ്പന്മാരെ അമ്മമാരെ എല്ലാം എടുത്തുകൊണ്ട് വരും. നിന്റെ എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ തീരത്തില്ല. ഇത് കഴിയുമ്പോൾ നമ്മൾ തുടങ്ങുന്ന അടുത്ത പിശാചിൻ്റെ പേരാണ് വാശി. അടുത്ത പിശാചിൻ്റെ പേരെന്താണ്? വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല, കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല. ഇനി ഈ അച്ഛൻ പോകാതെ പള്ളിയിലോട്ടില്ല, ഇനി ഈ അച്ഛൻ പോകാതെ എങ്ങോട്ടില്ല. ഈ കൊമ്പുള്ള പിശാചിന്റെ പേരെന്താ? വാശി. എന്താ പേര്? അടുത്ത പിശാചിന്റെ പേര് നല്ല പേര് കേട്ടോ, എനിക്കിഷ്ടമാണ്. അടുത്ത പിശാചിന്റെ പേരെന്താ അറിയോ? കുശുകുശിപ്പ്. എന്നാ ഇതിന്റെ പേര്? കുശുകുശിപ്പ്. ഇത്രയെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് വീട്ടിൽ പോയിട്ട് മുറിയിൽ ഇരുന്നിട്ട് പറയും, വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു, എപ്പോൾ എനിക്കിങ്ങനെ തോന്നിവാ. ഇല്ലേ? പലരും ചിന്തിച്ച കാര്യം, എപ്പോൾ എത്ര കല്യാണാലോചന വന്ന എൻ്റെ ദൈവമേ ഇവിടെ വന്നു പെട്ടല്ലോ. ഇല്ലേ? വേണ്ടായിരുന്നു. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ കലഹം, കൊലപാതകം. എന്താ ഇതിൻ്റെ കാരണം? വെറുപ്പ് വരാനുള്ള കാരണം എന്താണ്? വെറുപ്പിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് പറഞ്ഞേ നിങ്ങൾ. വെറുപ്പിൻ്റെ ഓപ്പോസിറ്റ് സ്നേഹം. സ്നേഹം എവിടെ നിന്ന് വരുമെന്നാണ് വേദപുസ്തകം പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത്. ഗലാത്യർ 5:22. സ്നേഹം, സന്തോഷം, സമാധാനം. ആരുടെ ഫലം? ആരുടെ ഫലം? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. കണ്ടോ? സ്നേഹം, സന്തോഷം, സമാധാനം, പരിശുദ്ധാത്മാവ്. കനാനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ ഫലമുണ്ടാകണം. എന്നാ ഉണ്ടാകണം? ഫലമുണ്ടാകണം. പരിശുദ്ധാത്മാവിനെ കിട്ടിയേ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ദേഷ്യമില്ല. എന്നെ കേൾക്കുന്നവരെ, എപ്പോഴേലും ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ഓർത്തു, എന്ന ഇല്ല, എന്ന ഇല്ല. എന്ന് മുതൽ പ്രാർത്ഥന മാറണം. കർത്താവേ, പരിശുദ്ധാത്മാവിനെ തരണമേ. എന്നെ തരണമേ? പരിശുദ്ധാത്മാവിനെ തരണമേ. കേട്ടോ? മോശയോട് പറഞ്ഞു, ഈ പാറയോട് നീ ചോദിച്ചാൽ മതി, തരും. പക്ഷെ മോശ എന്നാ ചെയ്ത്? മോശ എന്ത് ചെയ്തു? ജനം കാണുക ദേഷ്യം വന്നിട്ട് അടിച്ചു. ഒരിക്കൽ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ വീണ്ടും ക്രൂശിക്കരുത്. എബ്രായർ 6. യഹോവയായ ദൈവം പറഞ്ഞു, മോശേ, കനാനിൽ നീ കയറില്ല, കനാലിൽ നീ കയറില്ല. കർത്താവെ, പ്രിയമുള്ളവരെ, ആ മോശയ്ക്ക് കാര്യം മനസ്സിലായപ്പോൾ ആവർത്തന പുസ്തകം 32-ാം അധ്യായം അങ്ങോട്ട് എഴുതി. മോശ പാട്ടങ്ങോട്ട് പാടി. കർത്താവിന്റെ കുരിശിലെ 7 മൊഴി പോലെ 7 പ്രാവശ്യം ദൈവത്തെ വിളിച്ചു, എൻ്റെ പാറയായ ദൈവമേ. മരിക്കാൻ പോവുക. പാറയായ ദൈവമേ, നീ അല്ലാതെ ഒരു പാറയില്ലല്ലോ. യഹോവ എന്ന് പറയുന്ന ദൈവമല്ലേ പാറ. ആവർത്തന പുസ്തകം 32-ന്റെ 4-ാമത്തെ വാക്യം, അവൻ പാറ. കണ്ടോ? ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം, സമയമില്ല കേട്ടോ. വീട്ടിൽ പറയുകയാണ്, ഇതിൻ്റെ അകത്ത് പറയുകയാണ്, ഈ പാറയിൽ നിന്നാണ് നീ ജനിച്ചത്. കേട്ടോ? 18-ാമത്തെ വാക്യം, ഈ പാറയിൽ നിന്നാണ് ഞാനും നിങ്ങളും എല്ലാം ഉണ്ടായത്. ദൈവത്തിൽ നിന്നാണ് സകലരും സൃഷ്ടിക്കപ്പെട്ടത്. കേട്ടോ? ഇനിയും മോശയ്ക്ക് പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തി. അത് ആവർത്തന പുസ്തകം 32-ലുണ്ട്. 32-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്, അവനെ പാറയിൽ നിന്ന് തേനും, കേൾക്കുന്നുണ്ടോ? അവനെ പാറയിൽ നിന്ന് എന്ത്? തേനും തീക്കല്ലിൽ നിന്ന്. നിങ്ങൾ പറ, എന്താണ് ഈ തേനും എണ്ണയും? ഒരേ പാറയിൽ നിന്നൊഴുകിയ തേനും എണ്ണയും ഏതാണ്? ഏതാണ് ഈ തേന്? പാപത്തിൽ ചെളി പിടിച്ച്, കറ പിടിച്ച്, ദുർഗന്ധം വമിച്ച്, നാറ്റം വമിച്ച്, ജീവിക്കാൻ താല്പര്യമില്ലാതെ കിടക്കുന്ന നിന്നെ കഴുകാനായിട്ടൊഴുകിയ മധുരമുള്ള ഒരു തേനുണ്ട്. അതിന്റെ പേരാണ് തിരുരക്തം. എന്താ അതിന്റെ പേര്? അത് കഴുകിയാൽ നീ മധുരമുള്ളവനായ ഏത് പാപിയും യേശുവിന്റെ രക്തത്താൽ കഴുകിയാൽ അവൻ കൊള്ളാവുന്നവനാകും, മധുരമുള്ളവനാകും. ഇനി പറയുകയാണ് വീണ്ടും മോശ, തീക്കല്ലിൽ നിന്ന് എണ്ണ കുടിപ്പിച്ചു. എവിടെയായാലും എണ്ണ കൊടുത്തതായിട്ട് അറിയാവോ?
എന്താ ഈ മോശ ആത്മാവി പറഞ്ഞത്? എണ്ണ അഭിഷേകത്തിന്റെ അടയാളം, എണ്ണ പരിശുദ്ധാത്മാവിന്റെ പ്രതീകം. കേട്ടോ, എണ്ണ എന്താണ്? പരിശുദ്ധാത്മാവ്. ഇസ്രായേൽ മക്കളെ തീക്കല്ലിൽ നിന്ന് എണ്ണ കുടിപ്പിച്ച ദൈവമേ, എണ്ണ കുടിപ്പിച്ച ദൈവമേ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കൊടുത്ത ദൈവമേ. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. കനാനിൽ പ്രവേശിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. എന്നാ വേണം? എന്ന് പറഞ്ഞാൽ ഫലം കിട്ടണം. ദേഷ്യം വരുന്ന സ്ഥലത്ത് സ്നേഹം കൊടുക്കണം, ക്ഷമിക്കണം, സഹിക്കണം. ഇതെല്ലാം വീട്ടിൽ ചെയ്യണം. അതിന് പരിശുദ്ധാത്മാവുണ്ടേലേ പറ്റത്തുള്ളൂ. ഓട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ വീട്ടിൽ നിന്ന് സ്നേഹം വാങ്ങുകയാണോ? വീട്ടിൽ നിന്ന് സ്നേഹം വാങ്ങുകയാണോ? സന്തോഷം വാങ്ങുകയാണോ? സമാധാനം വാങ്ങുകയാണോ? അയ്യോ, എൻ്റെ പപ്പ സ്നേഹിക്കുന്ന പോരാ, ഈ ജീവിത പങ്കാളി സ്നേഹിക്കുന്ന പോരാ. കണ്ടോ, എല്ലാവരും വാങ്ങുന്നു. നമ്മളെ ഒരു കുടുംബമാക്കി തന്നത് വാങ്ങാനല്ല. ഈ വാങ്ങുന്നവർ തമ്മിൽ അകലും. പറഞ്ഞ്, വാങ്ങുന്നവർ തമ്മിൽ അകലും, കൊടുക്കുന്നവർ തമ്മിൽ അടുക്കും. പറഞ്ഞ്, കൊടുക്കണമെങ്കിൽ എന്നാ വേണം? അതാണ് പ്രശ്നം. കൊടുക്കണമെങ്കിൽ എന്നാ വേണം? പരിശുദ്ധാത്മാവ്. കൊടുക്കണമെങ്കിൽ എന്നാ വേണം? പരിശുദ്ധാത്മാവ് സ്നേഹം തന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ. കർത്താവ് പ്രിയമുള്ളവർ, ഇവിടെ ഇരുന്ന് ഒരു തീരുമാനം എടുക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഇനി സ്നേഹം, സന്തോഷം, സമാധാനം, സുഖങ്ങൾ, നന്മ, പ്രകാശം, വിശുദ്ധി വാങ്ങത്തില്ല. 7 കാര്യങ്ങൾ പിതാക്കന്മാർ പറയുന്നുണ്ട്, വാങ്ങരുത്. പകരം നീ കൊടുക്കണം. നിന്റെ വീട്ടിൽ സ്നേഹം നീ കൊടുക്കണം, സന്തോഷം കൊടുക്കണം, സമാധാനം കൊടുക്കണം. ചത്തൊട്ടെന്ന് കൊടുത്ത് തീരട്ടെന്ന് അതിന്റെ പേരാണ് പരിശുദ്ധാത്മാവുള്ള ജീവിതം. സുഖങ്ങൾ കൊടുക്കണം, നന്മ കൊടുക്കണം, പ്രകാശം. അയ്യോ, ഈ വീട് തകർന്നല്ലോ എന്ന് പറയുമ്പോൾ ഒരുത്തം പറയണ, ഇല്ല, തകരില്ല. അതിന്റെ പേരാണ് പ്രകാശം. വിശുദ്ധി കൊടുക്കണം. എല്ലാ മുറികളും തിന്മയിലിരിക്കുമ്പോൾ നിന്റെ മുറി പ്രകാശമുള്ള മുറിയായി മാറുമ്പോൾ അത് പകരും. വിശുദ്ധി കൊടുക്കണം. കർത്താവേ പ്രിയമുള്ളവരെ, കൊടുക്കണമെങ്കിൽ എന്നാ വേണം? എന്നാ വേണം? പരിശുദ്ധാത്മാവ്. എന്താ വേണ്ടിയേ? കേട്ടോ, അതാണ് ഈ മോശ ഇപ്പൊ പാടിയത്. തേനും എണ്ണയും എന്തൊക്കെയാ? തിരുരക്തവും പരിശുദ്ധാത്മാവും പുത്രനിലൂടെ. ഇനി യേശു ഈ ഭൂമി വന്നത് എന്തിനാണെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവൻ പാപമോചനം നൽകുവാനും പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുവാനും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. 3-ാം അധ്യായത്തിൽ വായിച്ചേ. യോഹന്നാനാണ് പറയുന്നത്. അവന് ചെരുപ്പിന്റെ വാറ്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും എന്ത് ചെയ്യും? സ്നാനം കഴിപ്പിക്കും. യേശു വന്നത് 2 കാര്യങ്ങൾ. 1, പാപമോചനം തരാൻ, അതിനാണ് തിരുരക്തം. 2, പരിശുദ്ധാത്മാവ് തരാൻ. എന്ത് തരാൻ? ഇത് രണ്ടും വേണം കേട്ടോ. ഇനി ഞാൻ പെട്ടെന്ന് പോവുകയാണ്. മോശ ഇങ്ങനെ പാറ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് മനസ്സിലായി. ദൈവത്തിന് എന്നാ ചെയ്തു? അപ്പൊ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? മോശയോട് നല്ലൊരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? ഇപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത പിള്ളേരൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. മോശയോട് ദൈവം പറഞ്ഞു, ഐ ലവ് യു. കണ്ടോ, മുഖം അങ്ങോട്ട് വിടർന്ന കണ്ടോ? എന്നാ പറഞ്ഞേ? എന്നാ പറഞ്ഞേ? ഐ ലവ് യു. ദൈവം മോശയോട് പറഞ്ഞു, മോശേ നീ വിഷമിക്കരുത്, ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? നിന്നെ ഞാൻ അടുത്തറിഞ്ഞിരിക്കുന്നു. നിന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? അടുത്തറിഞ്ഞിരിക്കുന്നു. നിന്നെ ഇതുപോലെ അറിഞ്ഞ വേറെ ആരുമില്ല. അഹരോനും മിര്യാമും കുറ്റം പറഞ്ഞില്ലേ? കൂശി സ്ത്രീയെ കൊണ്ട് നടക്കാന്ന് പറഞ്ഞ് നിന്നെ ഒത്തിരി വേദനിപ്പിച്ചില്ലേ? മോശേ, എനിക്ക് നിന്നെ അറിയാവടാ. ഞാനാണ് പാറ, എനിക്ക് നിന്നെ അറിയാം. ഐ ലവ് യു. എനിക്ക് കരുണ തോന്നുന്നു. ഇങ്ങനെ ഒരു ദൈവമുണ്ടോ? പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളാണെങ്കിലും ഇല്ലേ, ഒരാൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പറയും? എന്നാ കൂടെ പോരാൻ പറയും. അപ്പൊ ഒരാൾ പറയുക, ഓ കൂടെ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സ്നേഹമുണ്ടോ? നമ്മൾ ഒരാൾ പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കേട്ടോ. ഉടനെ നീ പറഞ്ഞു കൂടെ വാ. അപ്പൊ ആ പറഞ്ഞ ആൾ പറയുക, എനിക്ക് വൈകോ, അങ്ങനെ വരാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം സ്നേഹം ഉണ്ടെന്നാണോ? അങ്ങനെ പറഞ്ഞ സ്നേഹമുണ്ടോ? ഇല്ല. മോശ എപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? എൻ്റെ ദൈവമേ,
നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എനിക്കൊന്ന്. അയ്യോ, ദൈവം പറഞ്ഞ മോശെ, നീ ചോദിക്കുന്നത് ഇച്ചിരി കടുപ്പുള്ള കാര്യം. എടുത്തേ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 20-ാം വാക്യം. നിനക്കെന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ എന്നെ കണ്ട ജീവനോടെ ഇരിക്കില്ലടാ മോശേ. നീ എന്നെ കണ്ട അപ്പൊ തന്നെ മരിക്കുമല്ലോ. മരിക്കും മരിക്കും മരിക്കും. അതാണ് പ്രശ്നം. ദൈവം സങ്കടത്തിലായി. മോശയ്ക്ക് സ്നേഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് ആരെ കാണണം? എനിക്ക് ആരെ കാണണം? എൻ്റെ ദൈവത്തെ കാണണം. ദൈവം പറഞ്ഞു, കണ്ടാ ജീവിക്കില്ലല്ലോടാ. ധർമ്മസങ്കടമായി. ദൈവം പറഞ്ഞേടാ, എനിക്കിതിന്ന് മാറാൻ പറ്റത്തില്ല. നീ ചോദിച്ചതല്ലേ, എനിക്ക് കാണിച്ചേ പറ്റൂ. ദൈവം എന്ത് ചെയ്തു? മോശയെ മുഖം കാണിക്കാൻ എന്ത് ചെയ്തു? ദൈവം മോശയോട് പറഞ്ഞു, ഒരു വഴിയുണ്ട്. ഇതാ ഇവിടെ ഒരു പാറ, നീ അതിൽ പോയി നിൽക്കണം. എന്താ പൗലോസ് ശ്ലീഹ നമ്മളോട് പറഞ്ഞ പാറ ആരാണ്? ആ പാറ ആരാണ്? അയ്യോ, ഇങ്ങനെ ആരാരിക്കാരും ചുമ്മാ ഇരിക്കില്ല. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുക. ഈ പാറ ആരാണ്? ക്രിസ്തു. ആരാണ്? പിതാവായ ദൈവം പറഞ്ഞു, എടാ പ്രയാസപ്പെടേണ്ട, പാറയുണ്ട്, നീ ആ പാറയിൽ നിൽക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ പാറ പിളരും. പാറ പിളരും. കേട്ടോ, ഇവിടെ കേട്ടോണ്ടിരുന്നേ. പാറ എന്ത് ചെയ്യും? പിളരും. ആ പിളർപ്പിൽ നിന്ന് കാണടാ എന്നെ. ആരാണ് ഈ പാറ? ആരാ ഈ പിളർന്ന പാറ? ആരാണ്? എന്താ ഈ പിളർപ്പ്? എന്താ ഈ പിളർപ്പ്? കർത്താവിൻ്റെ ശരീരത്തിലെ മുറിവുകൾ. കേട്ടോ പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തിനെ കാണണമെങ്കിൽ ഈ മുറിവിലൂടെ അല്ലാതെ കാണാൻ പറ്റില്ല. ഈ മുറിവിലൂടെ അല്ലാതെ കാണാൻ പറ്റില്ല. കേട്ടോ, മോശയോട് പറഞ്ഞു, നിനക്കെന്നെ കാണാൻ ഒരു വഴിയുണ്ട്. ആ പുത്രനായ ദൈവം പിളർന്ന ഒരു പാറയാണ്. ആ പിളർപ്പിൽ കയറിയിരുന്നാൽ നിന്നെ ഞാൻ എൻ്റെ മുഖം കാണുവാൻ സഹായിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ, പ്രിയമുള്ളവരെ, അൻപുടയോൻ ചൊല്ലുന്ന സമയത്ത് ഏത് പാട്ടാ? അൻപുടയോനേ നിൻവാതിൽ. അപ്പൊ ഈ സമയത്ത് മറ വലിച്ചല്ലേ? അച്ഛൻ എന്നാ ചെയ്യാ മോനെ? അച്ഛൻ ഇത്ര നേരം നിന്നിട്ട് വിഷമിച്ചിട്ട് എന്ത് ചെയ്തു? കസേരയിട്ടിരുന്ന്. എന്ത് സുഖം അല്ലേ? അച്ഛൻ ഈ സമയത്ത് എന്താ ചെയ്യുമെന്ന് അറിയാവോ? ഇതാ 5 തിരുമുറിവുകൾ ആലേഖനം ചെയ്ത 5 കുത്തുകൾ ഇട്ട ആ ശരീരത്തിന്റെ അടയാളമാകുന്ന അപ്പം എടുത്തിട്ട് ഇങ്ങനെ ഒടിച്ച് മടക്കി നുറുക്കി ചതച്ചിങ്ങനെ പിടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ചോദിച്ചു, ഇതാരാണ്? ഇതാരാണ്? അപ്പൊ പുരോഹിതൻ പറഞ്ഞു, ഊർസ്ലേമിൽ കാൽവരിയിൽ എനിക്ക് വേണ്ടി കുന്തം കൊണ്ട് കുത്തേറ്റിട്ടും ജീവിക്കുന്ന മസിഹ. ഇതിലൂടെ പിതാവിനെ കാണണം. കൊല്ലപ്പെട്ടിട്ടും അറക്കപ്പെട്ടിട്ടും എഴുന്നേറ്റ് നിൽക്കുന്ന ജീവിക്കുന്ന ജീവനുള്ള കുഞ്ഞാടാണിത്. എന്റെ പാപങ്ങൾ ക്ഷമിച്ച് പിതാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന ജീവനുള്ള രക്ഷകനാണിത്. കേട്ടോ, ഈ പാട്ടങ്ങോട്ട് കഴിയുമ്പോൾ, മറവലിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കൈ പിടിച്ചിട്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? അപ്പാ. എന്നാ വിളിച്ചത്? സ്വർഗസ്ഥനായ അപ്പാ. ആരെ കണ്ടു? പിതാവിനെ കാണുന്നത് ഈ പുത്രന്റെ മുറിവിലൂടെ. കേട്ടോ, അതുകൊണ്ട് ഈ അൻപുടയോൻ ചൊല്ലുമ്പോഴല്ലേ ഏറ്റവും ക്ഷീണം? ആണോ? ഈ അൻപുടയോൻ ചൊല്ലുമ്പോഴല്ലേ എല്ലാവരും ഇരിക്കുന്നു. കുറച്ച് പേർക്ക് കിടക്കണം, കുറച്ച് പേർക്ക് പുറത്തോട്ട് ഇറങ്ങണം, കുറച്ച് പേർക്ക് തുപ്പാൻ പോകണം, കുറച്ച് പേർക്ക് ഒന്നുമില്ലേലും ഒന്നിനും ഇങ്ങനെ പോകണം. പ്രയാസപ്പെടേണ്ട. അത് ആ സമയത്ത് സാത്താൻ വരുമെന്നേ. കാരണം ഈ സമയത്താണ് നിന്നെ പിളർപ്പിലേക്ക് കയറ്റി നിർത്താൻ പോണത്. ഇങ്ങനെ പിളർപ്പിൽ നിൽക്കുന്നവരാണ് വിളിക്കാൻ പോണത്, അപ്പാ. മോശ ആ പിളർപ്പിൽ നിന്ന് വിളിച്ചു, എന്റെ ദൈവമേ, എന്റെ പാറയായ ദൈവമേ. ഒരു വിളിയായിരുന്നു. ദൈവം പറഞ്ഞ, തരുവട, കനാൻ തരും, ഞാൻ തരും. പക്ഷെ ഇപ്പൊ തരാൻ പറ്റില്ല. ആ പുത്രൻ, നിന്നെ പിളർപ്പിൽ നിർത്തിയ പുത്രൻ താബോർ മലയിൽ കനാനിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്നെ വിടുവിടാ,
അതിന്റെ പേരാണ് മറുരൂപ പെരുന്നാൾ. എന്താ പെരുന്നാൾ? ആ പിളർപ്പിൽ നിർത്തിയ കർത്താവിനെ മോശ കൺകുളിർക്ക കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. യേശു പറഞ്ഞു, നിന്നെ അന്ന് നിർത്തിയ പിളർപ്പുണ്ടല്ലോ, അത് പിളരാനായിട്ട് ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാ. മോശയോട് ചർച്ച ചെയ്തു. ഇങ്ങനെ ഒരു ദൈവം ഉണ്ട് കേട്ടോ. എൻ്റെ സമയം തീർന്നു. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു. ഈ പാറയായ ദൈവത്തെ, ആരാ ഈ പാറ? യേശു. ഈ പാറയാകുന്ന ദൈവത്തെ, എൻ്റെ പ്രിയമുള്ളവരെ, ഒരാൾ ഉദരത്തിലോട്ട് വെച്ചു. ഓ, ഞാൻ ഇത്രയും നേരം പറഞ്ഞ് ഈ തീക്കൽ പാറയുണ്ടല്ലോ, ഈ പിളർന്ന പാറയുണ്ടല്ലോ, ഈ തേനും ഈ എണ്ണയും ഒഴുകിയ തിരുരക്തവും പരിശുദ്ധാത്മാവും ഒഴുകിയ പാറ ഉദരത്തിൽ വഹിച്ചു. പിതാക്കന്മാർ പാടി, കന്യേ പരിശുദ്ധേ സാക്ഷാൽ പാറയതാം ദൈവസുതൻ നിന്നിലുദിച്ചാൻ പൗലോസിൻ വചനം പോൽ നദിയെ. പൗലോസിന്റെ വചനം പോലെ ആത്മീക പാറയായ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധി അമ്മേ, നീ എത്ര ഭാഗ്യവതി. ഓ, ആ ഉദരത്തിലെ തീക്കല്ലിൽ നിന്നാണല്ലോ രക്തവും പരിശുദ്ധാത്മാവും ഒഴുകിയത്. പരിശുദ്ധി അമ്മേ, ഇതിൽ കൂടുതൽ നിന്നെ വർണ്ണിക്കാൻ എന്തു വേണം? കേട്ടോ, ശീമ നമസ്കാരത്തിൽ ശനിയാഴ്ച ചൊല്ലുക, കന്യേ പരിശുദ്ധേ സാക്ഷാൽ പാറയതാം ദൈവസുതൻ നിന്നിലുദിച്ചാൻ പൗലോസിൻ വചനം പോൽ നദിയെ മരുവിലൊഴുക്കിയൊരാ പാറയഹോ പാവനയാം നിൻ സാദൃശ്യത്തെ വിശദം വർണ്ണിച്ചു. ഇനി വർണ്ണിക്കാൻ ഒന്നുമില്ല, ഞാൻ അങ്ങ് നിർത്താം അല്ലേ? പരിശുദ്ധി അമ്മയെ ഇനി വർണ്ണിക്കാൻ വേറെ ഒന്നും വേണ്ട. ഈ പാറയായവനെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധി അമ്മേ, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ ഈ പള്ളി വന്നപ്പോൾ പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ. അമ്മേ, നിന്റെ ഏകജാതന്റെ പിളർപ്പിലോട്ടൊന്ന് കയറ്റി എന്നെ നിർത്താൻ വേണ്ടി ഒന്നപേക്ഷിക്കാവോ? ആ മുറിവിലേക്ക് എന്നെ ഒന്ന് നിർത്താൻ. അമ്മ മറന്നാലും നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞ ദൈവം നിന്നെ ഉള്ളം കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നെന്ന് യേശയ്യാവ് 49:15 പറയുമ്പോൾ ആ ഉള്ളം കയ്യിൽ മുറിവുണ്ട്. പരിശുദ്ധി അമ്മേ, ആ മുറിവിലോട്ടൊന്ന് കയറ്റി നിർത്താൻ വേണ്ടി പറയാമോ? ചങ്ക് പൊട്ടി പറഞ്ഞ പ്രിയമുള്ളവരെ, ദൈവം കേൾക്കും. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? കണ്ണുകൾ അടയ്ക്കാം. ഈ കീബോർഡ് വായിക്കുന്ന ആൾ ഇവിടെ ഉണ്ടോ? ഒന്ന് വരാവോ? കണ്ണുകൾ അടച്ച്. കർത്താവേ, പ്രിയമുള്ളവരെ, ഒരു തീക്കല്ലിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. വേറൊന്നും മനസ്സിൽ ധ്യാനിക്കരുത് കേട്ടോ, വേറൊന്നും മനസ്സിൽ ചിന്തിക്കരുത്. പിളർന്നൊരു പാറ, അതൊന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി യേശു കുരിശിക്കപ്പെട്ടപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 52-ാം വാക്യം, പാറകൾ പിളർന്നു, പാറകൾ പിളർന്നു. യേശു കുരിശിക്കപ്പെട്ടപ്പോൾ പാറകൾ പിളർന്നു. എന്താണ് ഈ പാറ? യേശു. അതൊന്നുകൂടെ മനസ്സിലാക്കണം. പാറ പിളർന്നു. ഇതാ തിരശ്ശീല മുകള് മുതൽ കീഴ് വരെ കീറി പിതാവിനെ നിനക്ക് വെളിപ്പെടുത്തി. കണ്ണുകൾ അടച്ചേ. നമ്മളെ തന്നെ ഏൽപ്പിച്ച കുടുംബത്തെ കണ്ടേ. മുകളിൽ ഒരു സാത്താൻ വീട്ടിൻ്റെ മുകളിലുണ്ട്. ഈ രാത്രിയിൽ സാത്താൻ നമ്മുടെ വീട് കണ്ട് സന്തോഷിക്കരുത്. ഇപ്പോൾ നിന്റെ വീടിൻ്റെ മുകളിലുള്ള തിന്മകളുടെ ശക്തികൾ അവൻ ഭയത്തിൽ കുലുങ്ങണം, ചെങ്ങലകൾ അഴിയണം. ഓ പാറയായ കർത്താവേ, മോശ 7 പ്രാവശ്യം വിളിച്ചു, എൻ്റെ പാറയായ ദൈവമേ. ദൈവം പറഞ്ഞു, ഞാനുണ്ടടാ നിന്റെ കൂടെ. എത്ര പാപത്തിൽ വീണാലും ഞാൻ നിന്നെ വിടത്തില്ല. സാത്താൻ ചിരിക്കില്ല, ഞാൻ വരും. കണ്ണുകളടച്ച് നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള തിന്മകളുടെ ശക്തികളെ നോക്കി ഞാൻ ഈ പാടിത്തരുന്ന വരികളൊന്ന് പാടാമോ?
വീണാലും ഞാൻ എഴുന്നേൽക്കും. പടമോ? വീണാലും ഞാൻ എഴുന്നേൽക്കും. സാത്താനെ നീ ചിരിക്കാതെ. സാത്താനെ നീ ചിരിക്കാതെ. നന്നായിട്ടൊന്ന് പാടിക്കേ. വീടിന്റെ മുകളിലുള്ള തിന്മകളുടെ ശക്തികളെ നോക്കി മീഖ പാടി പറഞ്ഞു, എന്റെ കർത്താവിന്റെ ആത്മാവുള്ള വചനം ഞാൻ ചൊല്ലുകയാണ്, സാത്താനെ നീ ഇനിയില്ല. നമുക്ക് ചേർന്ന് പാടാം. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ ചിരിക്കാതെ. ഒന്നുകൂടെ. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ ചിരിക്കാതെ. എന്റെ ദൈവമേ, എത്ര വട്ടം വീണു, കാണാൻ കൊള്ളില്ലാത്തതെല്ലാം കണ്ടുപോയി. ദൈവമേ, പാപങ്ങൾ മുഴുവൻ ചെയ്തു. എത്ര വെറുപ്പ്. വീട്ടിലിരിക്കുമ്പോൾ മാതാപിതാക്കളോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, എന്തെന്നില്ല ദൈവമേ, അയൽ വീട് ഒന്നും കാണാൻ എനിക്കിഷ്ടമില്ല. ദേവാലയത്തിൽ പോയാലോ പലരോടും വെറുപ്പ്. സാത്താൻ ചിരിക്കുകയാണ്. എത്ര പള്ളി വന്നിട്ടും സാത്താൻ പൊട്ടിച്ചിരിക്കുന്നു എന്ന് കാണണം. നീ ഒരു പാറയായ ദൈവം നിനക്ക് വേണ്ടി കീറപ്പെട്ടിട്ടുണ്ട്, രക്തമൊഴുക്കിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ ദൈവം പറയുകയാണ്, നിന്റെ അധരം കൊണ്ട് നീ തന്നെ പറയണം, സാത്താനെ നീ ചിരിക്കരുത്. ഇപ്പോ നന്നായിട്ടൊന്ന് ചേർന്ന് പാടിക്കേ. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ. ഒന്നുകൂടെ. വീണാലും ഞാൻ എഴുന്നേൽക്കും, സാത്താനെ നീ ചിരിക്കാതെ. എന്നേക്കുമായി നീ തകർക്കപ്പെടും, എന്നേക്കുമായി നീ. തകർക്കപ്പെടും. നന്നായിട്ട് പാടിക്കേ. എന്നേക്കുമായി നീ തകർക്കപ്പെടും, കർത്താവേ നീക്ക് വിജയം തരും, കർത്താവേ നീക്ക് വിജയം തരും. രണ്ട് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ പാറയായ ദൈവം, വീട്ടില്ല ദൈവം, ചേർത്ത് പിടിക്കുന്ന ദൈവം, ആ ദൈവമാണോട് നമ്മളോട് പറഞ്ഞത്, സാത്താൻ എന്നേക്കുമായി ഇല്ലാതാകും. വിശ്വസിച്ച പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആലയത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ ആ മുറിവിലേക്ക്, ആ പിളർപ്പിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ദൈവം മറച്ചു പിടിക്കുന്നു. ഓ, തിന്മകളില്ലിനി, സാത്താനില്ല, എല്ലാ വഴിയും തുറക്കുന്നു, വെളിച്ചം വരുന്നു, അന്ധകാരങ്ങൾ മാറ്റപ്പെടുന്നു, സ്വർഗം സന്തോഷിക്കുമ്പോൾ ഭൂമി സമാധാനം നിറയുന്നു. നന്നായിട്ട് ചേർന്ന് പാടിക്കേ. എന്നേക്കുമായി നീ തകർക്കപ്പെടും. പാടിക്കേ. എന്നേക്കുമായി നീ തകർക്കപ്പെടും. കർത്താവേ നീക്ക് വിജയം തരും, കർത്താവേ നീക്ക് വിജയം തരും. കർത്താവേ നീക്ക് വിജയം തരും. കർത്താവേ നീക്ക് വിജയം തരും. ഒന്ന് ശാന്തമായിട്ട് കണ്ണുകൾ അടച്ചിരുന്നേ. നല്ലൊരു തീരുമാനം, കർത്താവ് എന്നെ ജയിപ്പിക്കും. അനേക പാപങ്ങളിൽ ഞാൻ വീണായിരുന്നു ദൈവമേ, ഇനി ചെയ്യാൻ പാപങ്ങളില്ല. പക്ഷെ എൻ്റെ കർത്താവ് പാറയായ ദൈവം എൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, നീ ജയിക്കും. ഞാൻ ലോകത്തെ ജയിച്ചവനാണ്, നീ ജയിക്കും. ഈ കുരിശിലേക്ക് നീ ചേർന്ന് നിന്നാൽ മതി. ഓ ദൈവമേ, എത്ര വലിയ വാഗ്ദാനം. ഈ കനാനിൽ പ്രവേശിക്കണമെങ്കിൽ തിരുരക്തം വേണം, പരിശുദ്ധാത്മാവ് വരണം. കർത്താവ് ഇത് രണ്ടും തരാൻ വന്നു. ആ പാറയായ ദൈവത്തെ മോശ കണ്ടു. ഓ, മോശ പാടി, ഹന്ന പാടി, ദാവീദ് പാടി, ഇവർക്കൊക്കെ പാടാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ ആ പാറയെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മ എത്രയോ ഭാഗ്യവതിയാണ്. അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ചേർന്നിരിപ്പാൻ ഞങ്ങൾക്ക് തന്ന വലിയ കരുണയ്ക്കായി സ്തുതിക്കുന്നു. ഇടവക അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, സഭ അനുഗ്രഹിക്കപ്പെടട്ടെ, പിതാക്കന്മാർ അഭിഷിക്തന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങളുടെ ആരാധനകൾ ജീവനുള്ള ആരാധനയായി തീരട്ടെ. ഇതാ ഞങ്ങളെ തരുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു വാക്ക് നന്ദി പറയുകയാണ്. ഈ ആലയത്തിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി എന്നെ ക്ഷണിച്ച വന്യനായ കെ.പി. വർഗീസ് അച്ഛൻ, എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന വന്യനായ പ്രവീണച്ചൻ, മാത്യൂസ് പുരയ്ക്കലച്ചൻ, പ്രിയമുള്ളവരെ, വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി
ഈ സമയം വരെ കേട്ടിരുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാവരോടുമുള്ള വലിയ സന്തോഷം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ വളരെ ദൂരം യാത്ര ചെയ്താണ് ഇവിടെ വന്നത്. ഇച്ചിരി സമയം 10 മിനിറ്റ് കൂടുതലെടുത്താലും അത് നഷ്ടമില്ല. ഇത്രയും ദൂരം സംസാരിച്ചതിൻ്റെ സഞ്ചരിച്ചതിൻ്റെ ഒരു പണിഷ്മെൻറ്റ് 10 മിനിറ്റ് കേട്ടോ. അപ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയൊക്കെ ഓർക്കണം. അട്ടപ്പാടി സെൻറ് തോമസ് ആശ്രമം നിങ്ങൾക്കെല്ലാവർക്കും സന്ദർശിക്കാം. ആശ്രമം മലബാർ ഭദ്രാസനത്തിൽ പരിശുദ്ധ സഭയുടെ ദൈവത്തിൻ്റെ വിശുദ്ധമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഒരു ആശ്രമമാണ്. നിങ്ങൾക്ക് അവിടെ കടന്നു വരാം, പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു ദേവാലയം അവിടെയുണ്ട്. നമുക്കൊരു CBSE സ്കൂളുണ്ട്, കുട്ടികളുണ്ട്. ആദിവാസി മേഖലകളിൽ ധാരാളം നന്മ പ്രവൃത്തികൾ ചെയ്യുന്നു. നിങ്ങൾക്കും അവിടെ കടന്നു വരാം. എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.